കഥ തുടരുന്നു. മുറിയിലേക്ക് കയറി വന്ന എക്സൈസുകാരെ കണ്ടപ്പോൾ പ്രതാപും മറ്റും തെല്ലൊന്ന് അമ്പരക്കാതിരുന്നില്ല. അവർ ഇവിടേക്ക് വരേണ്ട ആവശ്യമെന്ത്? അവർ എണീറ്റു. ഞങ്ങൾക്ക് ഈ മുറിയൊന്ന് പരിശോധിക്കണം, എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു. ശരി സാർ. അവർ നോക്കി നിൽക്കെ ആഗതർ പരിശോധന തുടങ്ങി. ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവരുടെ ബാഗുകൾ എടുത്തു. പൊടുന്നനെ പ്രിവൻറ്റീവ് ഓഫീസർ പ്രതാപിൻ്റെ ബാഗിൽ നിന്നും ഒരു പൊതി എടുത്തു. ഇതെന്താണ്? ആർക്കും ഒന്നും പിടികിട്ടിയില്ല. ഈ ബാഗ് ആരുടേതാണ്? എൻ്റെ, പ്രതാപ് പറഞ്ഞു. പ്രിവൻറ്റീവ് ഓഫീസർ പൊതിയഴിച്ചു. ഒരു കെട്ട് കഞ്ചാവ്. ആരാണിത് ഇതിൽ കൊണ്ടുവച്ചത്? പ്രതാപ് അറിയാതെ ചോദിച്ചു പോയി. അത് ഞങ്ങളോടാണോ ചോദിക്കുന്നത്? ഇല്ല സാർ, ഞാനിതൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ഇതിനാണ് ആൻഡ്രൂസ് ഈ മുറിയിൽ കയറിയത്. എന്തായാലും ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ കഴിയില്ല പ്രതാപ്. സാർ. ജോസ് മുറിയിലേക്ക് കടന്നു വന്നു. ഇവർ ആരും ഇവിടെ ഇല്ലാത്തപ്പോൾ ഒരാൾ ഈ മുറിയിൽ കയറിയിട്ട് ഇറങ്ങിപ്പോയി. അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തത്. എക്സൈസ് ഇൻസ്പെക്ടർ അവനെ രൂക്ഷമായി നോക്കി. തന്നെ ഇങ്ങോട്ട് വിളിച്ചോ? അപ്പോൾ സാർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരിക്കും ഇത്. അവനും വിട്ടുകൊടുത്തില്ല. പന്തുകളിക്കാരാണെങ്കിലും ഞങ്ങളും പോലീസുകാരാണ്. ഇവന്മാർ കൂടുതൽ വിരട്ടേണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ ബാഗിൽ നിന്നല്ലേ ഞങ്ങൾ ഇതെടുത്തത്. താഴെ ഒരു പോലീസ് വാഹനം വന്നു നിന്നു. അതിൽ നിന്നും സ്പോർട്സ് മന്ത്രിയാണ് ഇറങ്ങിയത്. അദ്ദേഹവും മുകളിലെത്തി കാര്യങ്ങൾ മനസ്സിലാക്കി. അനന്തരം മുഖ്യമന്ത്രിയുമായി ആലോചിച്ചിട്ട് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു. സാർ, ഞാൻ നിരപരാധിയാണ്. പ്രതാപ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കേണു. ഞാനൊരു സിഗരറ്റ് പോലെ ഉപയോഗിക്കുന്നവനല്ല. അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയാൽ സംഗതി തെളിയുമല്ലോ. ഇവിടെ ഇപ്പോൾ പ്രതാപ് ഇത് ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. തൻ്റെ ബാഗിൽ നിന്നും ഇത് കണ്ടെടുത്തില്ലേ? ഉപയോഗിക്കാത്ത ഞാൻ ഇത് കൊണ്ടു നടക്കില്ല സാർ. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വിൽക്കുകയായിരുന്നു കൂടെ ഉദ്ദേശ്യം. ഇല്ല സാർ, മറ്റുള്ളവരോട് ചോദിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇത്തരമൊരു കേസുണ്ടാക്കിയാൽ തന്നെ ടീമിൽ വെച്ചുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ കേസ് തീരുന്നതുവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മന്ത്രിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും അമ്പരന്ന് പോയി. ഇത് പകപോക്കലാണ്. ആരും ഒന്നും പറയുവാൻ അവസരം നൽകാതെ അദ്ദേഹം പോകുകയും ചെയ്തു. പിടിച്ചു നിർത്തി അവൻ്റെ കരണക്കുറ്റിക്ക് 4 പൂശുകയായിരുന്നു വേണ്ടത്. പഞ്ചു വിവരമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു. ജോലി രാജിവെച്ചാലോ എന്നാണിപ്പോൾ എൻ്റെ ആലോചന. അവൻ സാവധാനം നടന്നു. അങ്ങനെ പറയാതളിയാ. പിന്നെ ഞാൻ എന്തു ചെയ്യണം? കേസ് അവസാനിപ്പിക്കുമ്പോൾ തിരികെ ടീമിൽ പ്രവേശിക്കണം. ശങ്കർ കൂടുതൽ ട്രെയിൻ ചെയ്യരുത്. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. പ്രതാപും മീരയും കണ്ടുമുട്ടി. ചതിയായിരുന്നു മോളെ. എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. മീര ദുഃഖത്തോടെ അവൻ്റെ മുഖത്ത് നോക്കിയിരുന്നു. നിന്റെ ഡാഡിയോട് പറഞ്ഞാൽ എന്നെ രക്ഷിക്കാൻ കഴിയില്ലേ? ഞാൻ പറഞ്ഞു നോക്കി. ഇത്തരം നാറിയ കേസിൽ ഇടപെടുകയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ശിക്ഷയുണ്ടായാൽ എൻ്റെ സ്വപ്നങ്ങളാകെ തകർന്നു പോകും. അവനേക്കാൾ വേദന അവൾക്കായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? ഇനി തങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ഡാഡി സമ്മതിക്കുമോ എന്നത് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രതാപിന് 10,000 രൂപയുടെ ശിക്ഷയാണ് വിധി വന്നപ്പോൾ ഉണ്ടായത്. കൈവശം പണമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തക്ക സമയത്ത് അവനെ കൂട്ടുകാർ സഹായിച്ചു. പ്രതാപ് സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ ടീമിൽ പ്രവേശിച്ചു. അവിടെ ആകെ മാറ്റമാണ് അവൻ ദർശിക്കാൻ കഴിഞ്ഞത്. പുതിയ കോച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു. ആദ്യ ദിവസം തന്നെ അവനെ കോച്ചിനെ വിലയിരുത്താൻ കഴിഞ്ഞു. ശങ്കർ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഒരു പാവ. പ്രതാപ് സസ്പെൻഷനിലായിരുന്ന അവസരത്തിൽ ശങ്കർ സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് ടീമിലെത്തുകയും വീണ്ടും ക്യാപ്റ്റനാവുകയും ചെയ്തു. അവനെ കാണുമ്പോഴൊക്കെ ശങ്കറും സുഹൃത്തുക്കളും കുത്തുവാക്കുകൾ പറയുക പതിവാക്കി. പ്രതാപ് മറുപടി പറയാതെ ഒതുങ്ങിക്കൂടി. അടുത്ത ഒരു മത്സരം വന്നപ്പോൾ പ്രതാപ് അൺഫിറ്റാണെന്ന് പറഞ്ഞ് കോച്ച് പുറത്തിരുത്തി. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പോലും ഇറക്കിയില്ല. ആ മത്സരത്തിൽ 4-1 എന്ന സ്കോറിൽ കേരള പോലീസ് തോൽക്കുകയും ചെയ്തു. പത്രക്കാർ എന്തൊക്കെ എഴുതിയിട്ടും അടിക്കടി പോലീസ് ടീമിൻ്റെ കളി താഴേക്കാവുകയായിരുന്നു. മുഖ്യമന്ത്രി ശിവദാസനും സ്പോർട്സ് മന്ത്രി അരവിന്ദാക്ഷനും ഒന്നിച്ചുകൂടി. ഇനി വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, അരവിന്ദാക്ഷൻ തീർത്തു പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങൾ താൻ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മീരയും പ്രതാപും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞു. അവൾക്ക് യാതൊരു സംശയത്തിനും ഇടകൊടുക്കാത്ത രീതിയിൽ ഞാൻ സമ്മതം നൽകിയിരിക്കുകയാണ്. വിവാഹത്തിന് മുമ്പ് അവൻ ഒന്നുമല്ലാതാകണം. കഞ്ചാവ് കേസ് ഉദ്ദേശിച്ചതുപോലെ പ്രയോജനപ്പെട്ടില്ല. അരവിന്ദാക്ഷൻ തലകുലുക്കി. ഇത്രയുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നമ്മളാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും അങ്ങനെ ഉണ്ടാകരുത്. അതല്ലെങ്കിൽ താങ്കൾ തന്നെ നേരിട്ട് പ്രതാപിനോടൊന്ന് പറഞ്ഞാലോ മര്യാദയ്ക്ക് പിന്മാറണമെന്ന്. അങ്ങനെ ചെയ്താൽ അത് മീര അറിയും. അവളൊന്നും അറിയാൻ പാടില്ല. മാത്രമല്ല അവൾ സ്വമനസാലെ അവനെ വെറുക്കുകയും വേണം. അതിനും മാർഗങ്ങൾ പലതുണ്ട്. അരവിന്ദാക്ഷൻ്റെ മുഖത്തൊരു ചിരിയുണ്ടായി. കഴിഞ്ഞ 4-5 ദിവസമായി അരയാൽത്തറ ജംഗ്ഷനിൽ ഹിന്ദു മുസ്ലിം വർഗീയ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ അവിടെ 2 ബറ്റാലിയൻ പോലീസ് ക്യാമ്പാണ്. 2 മതക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേർ മരിച്ചിരുന്നു. അതിൻ്റെ പ്രതികരണം നാടിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി. സംസ്ഥാനത്തെ പോലീസുകാർക്കെല്ലാം ജോലിയായി. അതോടൊപ്പം DGPയുടെ ഉത്തരവും വന്നു. സ്പോർട്സ് രംഗത്തുള്ളവരും ഡ്യൂട്ടിക്കിറങ്ങണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. പ്രതാപ് സർവീസിൽ കയറിയ ശേഷം ആദ്യമായിട്ടായിരുന്നു ഇത്തരം അനുഭവം. കാക്കി യൂണിഫോം അണിഞ്ഞ് തൊപ്പിയും വെച്ച് ലാത്തിയുമായി അവരും വാനിൽ കയറി. സംഘർഷം അതിൻ്റെ പരമോന്നതങ്ങളിൽ എത്തി നിൽക്കുന്നിടത്തായിരുന്നു പ്രതാപിന് മറ്റു ഡ്യൂട്ടി.
അവർ അവിടെ ക്യാമ്പ് ചെയ്തു. ഏതു നിമിഷവും ഒരു കലാപം പൊട്ടി പുറപ്പെട്ടേക്കാം. എന്നാൽ അതിന് പിന്നിലും ചില കളികൾ നടക്കുന്നുണ്ടെന്ന് 2-3 വ്യക്തികൾ ഒഴികെ ആർക്കും അറിയില്ലായിരുന്നു. പ്രസ്തുത സ്ഥലത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫുട്ബോൾ താരങ്ങൾ യൂണിഫോം അണിഞ്ഞ് ലഹളയെ നേരിടാൻ എത്തിയിരിക്കുന്നത് കണ്ട ആൾക്കാർ മിഴിച്ചു നിന്നു. നേരം സന്ധ്യയായി. പോലീസ് അവിടെ മുഴുവൻ റോന്ത് ചുറ്റുന്നുണ്ട്. എന്നാൽ എവിടെയും കണ്ണുവെട്ടിച്ച് 10-30 പേരടങ്ങുന്ന ഒരു സംഘം പ്രതിഷേധ ജാഥയായി പ്രധാന റോഡുകളിലൂടെ വന്നു. ആൾക്കാർ കൂട്ടം കൂടുകയോ മീറ്റിങ്ങുകൾ നടത്തുകയോ ഒന്നും പാടില്ലെന്ന് ഉച്ചഭാഷണിയിലൂടെ പോലീസ് അറിയിപ്പ് നൽകിയിരുന്നതാണ്. മുദ്രാവാക്യം വിളികൾ കേട്ടപ്പോൾ പോലീസ് സടകുടഞ്ഞെണീറ്റു. അവർ റോഡിൽ നിരന്നു നിന്നു. ജാഥ തൊട്ട് മുന്നിലെത്തി. പെട്ടെന്ന് കറണ്ട് പോയി. നിങ്ങൾ പിരിഞ്ഞു പോകണം. ഇവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് അറിയില്ലേ? SI വളരെ മയത്തിൽ ചോദിച്ചു. ഇല്ല സാർ, പ്രതിഷേധ പ്രകടനം കഴിയാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല, കൂട്ടത്തിൽ ആരോ വിളിച്ചു പറഞ്ഞു. മങ്ങിയ ഇരുട്ടായതിനാൽ അവരുടെ മുഖം വ്യക്തമല്ലായിരുന്നു. എന്നിരുന്നാലും ഒരു കാര്യം മാത്രം SIക്ക് മനസ്സിലായി. എല്ലാവരുടെയും കൈകളിലിരിക്കുന്ന കൊടി കെട്ടിയിരിക്കുന്ന കമ്പുകൾ സാധാരണ കമ്പുകളല്ല, മറിച്ച് കുറുവടികളാണ്. ഏതായാലും പ്രകടനം നടത്തുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ പിരിഞ്ഞു പോയേ മതിയാകൂ. ഞങ്ങളുടെ 2 പേരെ അവന്മാർ കുത്തി മലർത്തിയപ്പോൾ നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ. എന്തിനേറെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? കാര്യമൊക്കെ ശരി, പക്ഷേ പ്രകടനം നടത്താൻ പറ്റില്ല. അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. സാർമാർ വെറുതെ ബുദ്ധിമുട്ടണമെന്നില്ല. അവർ മുന്നോട്ട് നീങ്ങാൻ ഭാവിച്ചു. നോ, പോലീസ് തടഞ്ഞു. ഞങ്ങൾക്ക് പോകണം. പറ്റില്ല. പോലീസുകാരുമായി ഒന്നും തള്ളുമായി. ചാർജ്. രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ SI ഉത്തരവിട്ടു. പോലീസ് ലാത്തി വീശി. ഉടനെ അവർ കൊടിക്കൊമ്പ് തിരിച്ചു പിടിച്ചു. ഇരുട്ടിൽ പൊരിഞ്ഞ അടി. ശങ്കറും കൂട്ടുകാരും പിന്നിലേക്ക് മാറുന്നത് അടിക്കിടയിൽ ആരും കണ്ടില്ല. ശിരസിനടിയേറ്റ് വിനോദ് പിന്നോട്ട് മറിഞ്ഞു. ഇവനാണ് പ്രതാപ്, അടിച്ചു പൊടിക്ക്. കുണ്ടകളിൽ ആരുടെയോ അലർച്ച. അവൻ നടുങ്ങിത്തിരിഞ്ഞു. അവർ കുറുവടി വീശി. പ്രതാപ് ലാത്തിക്കൊണ്ട് തടഞ്ഞു. അവൻ്റെ കാലുകൾ തല്ലിയൊടുക്കി. പ്രതാപിനെ അപകടമാർത്തു. എന്തോ ഇവരുടെ ലക്ഷ്യം മറ്റെന്തോ ആണെന്ന് തോന്നൽ പെട്ടെന്നുണ്ടായി. അവൻ ശക്തമായി അവരെ ആക്രമിച്ചു. ഇവൻ്റെ പന്തുകളെ ഇന്ന് തീർക്കണം. പ്രതാപിൻ്റെ പുറത്ത് അടിയേറ്റു. അവൻ നിലവിളിച്ചു പോയി. പക്ഷേ ചാടിത്തിരിഞ്ഞ് അവൻ അടിച്ചവനെ തൊഴിച്ചു വീഴ്ത്തി. ഇരുട്ടിൽ കുറുവടികളുടെ സീൽക്കാരങ്ങൾ ഉയർന്നു. അവൻ്റെ കയ്യിൽ നിന്നും ലാത്തി തെറിച്ചു. അടിച്ചു കൊല്ലടാ. ഇരുളിൽ അട്ടഹാസം. രക്ഷപ്പെടണം. അവൻ ഒറ്റയോട്ടം. അതവർ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തോന്നി. പിടിക്കാവനെ. കൊലവിളിയുമായി അവർ പിന്നാലെ. പെട്ടെന്ന് കരണ്ട് വന്നു. കുറച്ചപ്പുറത്ത് ഒരു വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടു. അവൻ തിരിഞ്ഞു നോക്കി. ശത്രുക്കൾ പിന്നാലെയുണ്ട്. അവൻ ആ വീട്ടിലേക്ക് ഓടിക്കയറി. വിസിറ്റിംഗ് റൂമിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന വീട്ടുകാർ ഞെട്ടിത്തിരിഞ്ഞു. അപ്പോഴേക്കും അവൻ വാതിലടച്ച് തൊഴുതിട്ടു. വീട്ടുകാർ ചാടിയെണീറ്റു. നിങ്ങളാരാ? അപ്പോഴാണ് അവൻ ഒരു പോലീസുകാരനാണെന്ന് അവർ കണ്ടത്. തൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ അവൻ നോക്കി. എടാ പ്രതാപേ, നീ എന്താ എങ്ങനെ? അവരിൽ ഒരാളിൽ നിന്നും ആഹ്ലാദം നിറഞ്ഞ ശബ്ദം. പെട്ടെന്ന് ആ മുഖം അവൻ തിരിച്ചറിഞ്ഞു. റാം ഗബ്രിയേൽ, പ്രതിപക്ഷ നേതാവിൻ്റെ പുത്രൻ, പ്രതാപിൻ്റെ ക്ലാസ്മേറ്റ്. പ്രതാപ്, നീ? റാം. അവന് ശബ്ദം നഷ്ടപ്പെട്ടു. നിനക്ക് എന്ത് പറ്റിയെന്ന് പറയടാ. അവൻ എന്തോ പറയാൻ ഭാവിച്ചപ്പോഴേക്കും പുറത്ത് ആരുടെയൊക്കെയോ സംസാരം കേട്ടു. തുടർന്ന് വാതിലിൽ ശക്തമായ മുട്ടും. റാം അവിടേക്ക് നടന്നു. ആരാടാ? വാതിൽ തുറക്കടാ. പുറത്തുനിന്നും അലർച്ച. എന്തിനാ? ഇവിടേക്ക് കയറി വന്നവനെ ഞങ്ങൾക്ക് വേണം. വാതിൽ തുറന്നു തന്നാൽ നിങ്ങൾ അവനെ കൊണ്ടുപോകുമോ? പോകും. എന്നാൽ കൊണ്ടുപോ. റാം ഗബ്രിയേൽ വാതിൽ തുറക്കുന്നത് ഒരു നടുക്കത്തോടെ പ്രതാപ് കണ്ടു. അവൻ്റെ ചുണ്ടുകൾ അറിയാതെ പിറുപിറുത്തു. ഈശ്വരാ. തുറക്കപ്പെട്ട വാതിലിന് മുന്നിൽ കുറുവടികളുമായി നിൽക്കുന്ന ഗുണ്ടകളെ റാം ഗബ്രിയേൽ സൂക്ഷിച്ചു നോക്കി. ഗുണ്ടകളുടെ മുഖത്ത് പെട്ടെന്ന് ഭാവമാറ്റം. നിങ്ങളൊക്കെ റാം അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തിരക്കി. അവർ പതറി. സഖാവേ, ഞങ്ങൾ. ശബ്ദിക്കരുത്. വർഗീയ സംഘടനത്തിൽ പങ്കുകൊള്ളാൻ തലസ്ഥാനത്ത് നിന്നും നിങ്ങൾ ഇവിടം വരെ എത്തി അല്ലേ? മറുപടി പറയാതെ അവർ ബുദ്ധിമുട്ടി. ശ്വാസം കഴിക്കാൻ പോലും മറന്നു നിൽക്കുകയായിരുന്നു പ്രതാപ്. അവനൊന്നും പിടികിട്ടിയില്ല. കയറി വാ. അവർ 5 പേരും കുറുവടികൾ പുറത്തിട്ട് അകത്തേക്ക് വന്നു. അവിടെയുണ്ടായിരുന്ന സ്ത്രീകൾ അകത്തേക്ക് വലിഞ്ഞു. റാം ഗബ്രിയേലും ഒരു മധ്യവയസ്കനും പ്രതാപും മാത്രം അവർക്ക് മുന്നിൽ അവശേഷിച്ചു. തലസ്ഥാനത്തെ സ്ഥിരം ഗുണ്ടകളായിരുന്നു അവർ. ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും അടിപിടിയുണ്ടാക്കാനും അട്ടിമറികൾക്കും മുന്നിട്ട് നിൽക്കുന്നവർ. അവർക്കൊന്നേ വേണ്ടു, ചോദിക്കുന്ന പണം. പക്ഷേ ഇവിടെ ഈ ഗ്രാമത്തിൽ ഇവർ എത്തണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ. എല്ലാവരും ക്ഷീണിതരല്ലേ? അല്പം കാപ്പിയാവാം അല്ലേ? ആരും ഒന്നും പറഞ്ഞില്ല. റാം അകത്തേക്ക് നടന്നു. പ്രതാപ് ഗുണ്ടകളെ നോക്കി. അവരുടെ മുഖത്ത് കുറ്റബോധം. ഒന്നും ഞങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല സാറേ, ഒരാൾ ക്ഷമാപണത്തോടെ പറഞ്ഞു. ഞങ്ങൾക്ക് സാറിനോട് യാതൊരു വിരോധവും ശത്രുതയുമില്ല, മറിച്ച് ആരാധന മാത്രമേ ഉള്ളൂ. സാറിൻ്റെ ഫുട്ബോൾ കളിയുള്ള ദിവസം ഞങ്ങൾ TV-യുടെ മുന്നിൽ തന്നെ ഇരിക്കും. പ്രതാപ് ഒന്നും പറഞ്ഞില്ല. ആദ്യമേറ്റ ആഘാതത്തിൽ നിന്നും അവൻ ഇതേവരെ മോചിതനായിട്ടില്ലെന്നതാണ് സത്യം. റാം തിരികെ എത്തി. ഇനി പറയൂ, ആർക്കു വേണ്ടിയാണ് നിങ്ങൾ പ്രതാപിനെ ദ്രോഹിച്ചത്? ക്ഷമിക്കണം സഖാവേ, ഞങ്ങളുടെ ജോലിയുടെ രഹസ്യമാണത്. ദയവായി കൂടുതലൊന്നും ചോദിക്കരുത്. ഒന്ന് മാത്രം പറയാം. പ്രതാപ് സാറിൻ്റെ കാലുകൾ തല്ലിയൊടിക്കണം എന്നതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്ന നിർദ്ദേശം. പ്രതാപ് ഞെട്ടിയില്ല. തൻ്റെ കാലുകളാണ് എല്ലാവർക്കും വിരോധം. അവർ തുടർന്നു.
സഖാവ് ഒരു ജോലി ഏൽപ്പിച്ചാലും ഞങ്ങളിൽ നിന്നും രഹസ്യം പുറത്തു പോകാൻ പാടില്ല. രഹസ്യങ്ങൾ പുറത്തു വിടുന്നവരെ ഞങ്ങളുടെ ജോലിക്ക് പറ്റില്ല. റാം തല കുലുക്കി. ഒരു കാര്യം കൂടി സഖാവിനോടായതുകൊണ്ട് ഞങ്ങൾ പറയാം. ഇത് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതാപ് സാറിനെ സംഘർഷ മേഖലയിലേക്ക് പറഞ്ഞു വിട്ടത്. ലഹളയ്ക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ആരും അറിയില്ലല്ലോ. അകത്തുനിന്ന് ഒരു സ്ത്രീ കാപ്പി കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. പ്രതാപിൻ്റെ മനസ്സിനെന്തോ ഒരു ആശ്വാസം തോന്നി. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? റാം തിരക്കി. 35. ഇരുട്ടിൽ ശങ്കറിനൊന്നും അടി കിട്ടിയില്ലേ? ആവോ, അടി കിട്ടേണ്ടാത്തവർ നേരത്തെ വിവരം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവർ മാറിക്കാണും. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കൂട്ടം പറയുകയാണ്. പ്രതാപിനെ ഉപദ്രവിക്കരുത്. ഇല്ല സഖാവേ, അവർ ഉറപ്പ് കൊടുത്തു. നിങ്ങളുടെ കൂടെ ബാക്കിയുണ്ടായിരുന്നവർ ഉപദ്രവിച്ചാലോ? ഞങ്ങൾ 5 പേരാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ. ശരി. അല്ല, സഖാവ് എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ വീടാണ്. ഈ ഇരിക്കുന്നത് അച്ഛൻ്റെ അനുജൻ. അവിടെ ഇരുന്ന് മധ്യവയസ്കനെ ചൂണ്ടിക്കാട്ടിയിട്ട് അവൻ പറഞ്ഞു. കാപ്പി കൊണ്ടുതന്നത് കുഞ്ഞമ്മയാണ്. 2 ദിവസമായി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അതേതായാലും നന്നായി. പ്രതാപ് സാറും സഖാവുമായുള്ള ബന്ധം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. റാം ചിരിച്ചു. ഞങ്ങൾ കോളേജിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവസാനം 2 പാതകളിലായിപ്പോയി എന്നേ ഉള്ളൂ. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അവർ ഇരുവരോട് യാത്ര ചോദിച്ചു. ശരി. പുറത്തേക്കിറങ്ങിയ അവരിൽ ഒരാൾ തിരിഞ്ഞു നിന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പോകില്ലെന്ന് വിശ്വസിക്കാമല്ലോ സഖാവേ? തീർച്ചയായും. അവർ ഇരുളിൽ മറഞ്ഞു. റാം തിരിച്ച് പ്രതാപിനടുത്തെത്തി. സാറു വല്ലാതെ ഭയന്നുപോയി അല്ലേ? കളിയാക്കതടാ, അവൻ ചിരിച്ചു. ഏതായാലും ഇവിടേക്ക് ഓടിക്കയറാൻ തോന്നിയത് എൻ്റെ ഭാഗ്യം. എന്നാലും ആരുടെ എങ്ങനെ ചെയ്യിച്ചതെന്നറിയില്ലല്ലോ. അതൊക്കെ അറിയാതിരിക്കുന്നതാകും ഭേദം. അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിനക്ക് പോലീസ് ടീമിൽ തുടരാൻ മനസ്സുണ്ടായി എന്ന് വരില്ല. മുഴുവൻ പൊരുളും മനസ്സിലായില്ലെങ്കിലും പ്രതാപ് തലകുലുക്കി. എന്നെ കാണാതെ മറ്റുള്ളവർ പരിഭ്രമിച്ചിരിക്കുകയായിരിക്കും. അവൻ അങ്ങിങ്ങ് ചോര പറ്റിയ തൻ്റെ യൂണിഫോമിലേക്ക് നോക്കി. ഞാൻ കൂടി വരാം. അരയാൽത്തറ ജംഗ്ഷനിലേക്ക്. റാം ഗബ്രിയേൽ പെട്ടെന്ന് വേഷം മാറി. വീട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട് പ്രതാപും ഇറങ്ങി. അവർ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ CI വില്യംസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പ്രതാപിനെ കാണാതെ വന്നതിനാൽ മറ്റുള്ളവർ അനന്തര കരുണീയത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ആ സംഘം പ്രതാപിനെ വകവരുത്തിയിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ശങ്കറും മറ്റും. വിനോദ് ഉൾപ്പെടെ 5 പേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പ്രതാപും റാം ഗബ്രിയേലും CI വില്യംസിൻ്റെ മുന്നിലെത്തി. വില്യംസ് പ്രതാപിനെ വീഴ്ച നോക്കി. താൻ എവിടെയായിരുന്നു? മരിക്കാതിരുന്ന ഭാഗ്യം, മറുപടി പറഞ്ഞത് റാം ഗബ്രിയേലാണ്. ഭാഗ്യവശാൽ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. റാം ഗബ്രിയേലിനെ അപ്പോഴാണ് വില്യംസിനെ മനസ്സിലായത്. സഖാവെന്താ ഇവിടെ? എൻ്റെ കുടുംബവും ഇവിടെയൊക്കെയാണ് സാറേ. അവൻ ചിരിച്ചു. ശങ്കറും സുഹൃത്തുക്കളും അമ്പരന്ന് നിൽക്കുകയായിരുന്നു. മരിച്ചെന്ന് വിചാരിച്ചവൻ മുന്നിൽ. റാം ഗബ്രിയേലും CI വില്യംസും കുറച്ചകലേക്ക് മാറി നിന്ന് കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് വില്യംസ് പ്രതാപിനെ അടുത്ത് വിളിച്ചു. പ്രതാപ്, കാര്യങ്ങളുടെ പോക്ക് എനിക്ക് പിടികിട്ടുന്നുണ്ട്. താൻ കൂടുതൽ ശ്രദ്ധിക്കണം. താൻ ഇല്ലാതാവേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമാണെന്ന് തോന്നുന്നു. കമോൺ, ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. വേണ്ട സാർ, അത്രമാത്രമൊന്നും എനിക്ക് പറ്റിയില്ല. അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞ് റാം പോയി. സംഘർഷ മേഖലയിലേക്ക് റിസർവ് പോലീസിനെ കൂടി നിയോഗിച്ചു. പദ്ധതികൾ പാളിയതിൽ അതീവ ദുഃഖിതരായിരുന്നു ശങ്കറും മറ്റും. ആഴ്ച 1 കഴിഞ്ഞു. വിനോദും മറ്റും ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങി. അരയാൽത്തറ ജംഗ്ഷന് സമീപമുള്ള ജനങ്ങളുടെ ജീവിതം സാധാരണഗതിയിലായി. പോലീസിനെ പിൻവലിച്ചു. പ്രതാപും മറ്റും വീണ്ടും ക്യാമ്പിൽ സജീവമാവുകയായിരുന്നു. പുതിയ കോച്ച് സാം ലൂയിസ് ശങ്കർ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു വന്നു. എന്നും പ്രാക്ടീസ് കഴിയുമ്പോൾ അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നത് പതിവായി. ശങ്കറും സുഹൃത്തുക്കളും ഒഴികെയുള്ള കളിക്കാർ കോച്ചിനെ മനസ്സുകൊണ്ട് വെറുത്തു. അടുത്ത മത്സരം 15 ദിവസങ്ങൾ കഴിയുമ്പോൾ തുടങ്ങും. മുൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലുള്ള കപ്പാണ്. ഇന്ത്യയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്നു. കേരള പോലീസിൻ്റെ 11 ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ഇത്തവണയും അതിൽ പ്രതാപ് ഉണ്ടായിരുന്നില്ല. അവന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രതാപ് കോച്ചിൻ്റെ അരികിലെത്തി. സാർ, എന്താണോ? മദ്യത്തിൻ്റെ രൂക്ഷമായ ഗന്ധം അവന് അനുഭവപ്പെട്ടു. എന്നെ ഇത്തവണ എന്ത് കാരണം പറഞ്ഞാണ് അങ്ങ് ഒഴിവാക്കിയിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. നീ ഫിറ്റല്ല. സാർ ഫിറ്റാണ്, അത് മനസ്സിലായി. ചീ, എന്ത് പറഞ്ഞിട്ടാ നാറി? കോച്ച് ചടിയെണീറ്റു. പക്ഷേ വേച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ പ്രതാപ് തന്നെ താങ്ങി. ഈ രംഗം കണ്ടുകൊണ്ടാണ് ശങ്കറും സുഹൃത്തുക്കളും വാതിൽക്കലെത്തിയത്. നീ കോച്ചിനെ തല്ലാറായോടാ എന്ന് ചോദിച്ചുകൊണ്ട് അവർ അകത്തേക്ക് കുതിച്ചു കയറി. നിലത്ത് വീഴാൻ ഭാവിച്ച അദ്ദേഹത്തെ താങ്ങിയതേയുള്ളൂ ഞാൻ. നീ കോച്ചിനെ തല്ലും അല്ലടാ എന്ന് വീണ്ടും അലറിക്കൊണ്ട് അവർ പ്രതാപിനെ അടിച്ചു. ശങ്കർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ധാരണയൊക്കെ ശരി തന്നെയാടാ. മറ്റുള്ളവരും അവനോടടുത്തു. പ്രതാപിന് അപകടം മണത്തു. കോച്ചിനെ വിട്ടിട്ട് അവനും ചെറുത്തു നിൽപ്പിന് തയ്യാറായി. പൊരിഞ്ഞയടി. ഇനി താൻ പിന്നോട്ട് മാറിയാൽ അവർ തന്നെ കൊന്നു കളയുമെന്ന് അവന് തോന്നി. പ്രതാപിൻ്റെ ഉരുക്കുമുഷ്ടി ശങ്കറുടെ താടിയലിൽ പതിച്ചു. മുഖത്തിൻ്റെ ഷേപ്പ് മാറിയത് ശങ്കർ അറിഞ്ഞു. അതുപോലെ തന്നെ കൈപ്പത്തി ലംബമാക്കി അവൻ ആൻഡ്രൂസിൻ്റെ വയറ്റിൽ ഒരു കുത്തു കൊടുത്തു. അവൻ വില്ലുപോലെ വളഞ്ഞുപോയി. സൈമൺ കുതിച്ചു വന്നു. ശരീരത്തിലെ ശക്തി മുഴുവൻ പ്രതാപ് വലത് കൈയുടെ ചൂണ്ടുവിരലിലേക്ക് ആവാഹിച്ച് ഒറ്റ കുത്ത്. സൈമൻ്റെ തൊണ്ടക്കുഴിയിൽ. വല്ലാത്തൊരു ഞരക്കത്തോടെ അവനും പിന്നോട്ട് മലർന്നു. കോച്ച് ഭയന്നു പോയി. വേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതിനനുസരിച്ച്
നീയൊക്കെ എൻ്റെ തലയിൽ കയറിയിരിക്കും അല്ലേടാ? ഇടിവെട്ടും പോലെ അവൻ ചോദിച്ചു. ബഹളം കേട്ട് വാതിൽക്കൽ ഓടിയെത്തിയവർ പകച്ചു നിന്നു. പ്രതാപിന് ആസുരശക്തി വന്നിരിക്കുന്നുവോ? പ്രതാപ് ധൈര്യം സംഭരിച്ച് അകത്തേക്ക് വന്ന വിനോദാണ് ഒരു വിധത്തിൽ അവനെ ശാന്തനാക്കിയത്. കാർലോസ് സാറിനെ പോലെ ലൂയിസ് സാറും അവനെ എടുത്ത് തലയിൽ വയ്ക്കാത്തതിൻ്റെ പകയാണ് അവന്, ആൻഡ്രൂസ് പറഞ്ഞു. സാം ലൂയിസിൻ്റെ വിറയൽ അപ്പോഴും മാറിയിരുന്നില്ല. കാണിച്ചു കൊടുക്കാൻ അവനെ, ലൂയിസ് ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അന്ന് തന്നെ സാം ലൂയിസും സ്പോർട്സ് മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. അവനെ ഞാൻ സസ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് സാർ, ലൂയിസ് പറഞ്ഞു. പാടില്ല, അരവിന്ദാക്ഷൻ്റെ നിർദ്ദേശം. അവൻ ടീമിൽ തന്നെ ഉണ്ടാവണം. മനസ്സ് നീറി. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പോലും ഗ്രൗണ്ടിൽ കാലുകുത്തരുത്. അങ്ങനെ കുറേ നാളാകുമ്പോൾ ഗോളിയില്ലാത്ത പോസ്റ്റിന് മുന്നിൽ ബോൾ വച്ചു കൊടുത്താൽ പോലും അവൻ്റെ കാൽ ചലിക്കില്ല. അരവിന്ദാക്ഷൻ ഉറക്കെ ചിരിച്ചു. സാം ലൂയിസും അതിൽ പങ്കുചേർന്നു. ഓക്കെ, വേണ്ട രൂപത്തിൽ ഞാൻ കൈകാര്യം ചെയ്യാം സാർ. അതെനിക്ക് ഉറപ്പുണ്ട്. പണ്ട് താൻ ഗോവ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നപ്പോൾ കുറേ കൈകാര്യം ചെയ്ത കഥകളൊക്കെ എനിക്കറിയാം. അതൊക്കെ വെറും മൈനർ കേസുകൾ. മേജർ കേസ് ഇവിടെ തന്നെയാ, സാറ് നോക്കിക്കോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഈ അവസരത്തിൽ പ്രതാപും മറ്റും അവരുടെ മുറിയിൽ എന്താണുണ്ടായതെന്ന് അവൻ സുഹൃത്തുക്കളോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. എനിക്കറിയാം, നാളെ തന്നെ എനിക്ക് സസ്പെൻഷൻ ഓർഡർ കിട്ടുമെന്ന്. ഒരു തവണ മനഃപൂർവ്വം സസ്പെൻഡ് ചെയ്തു. ഇത്തവണ കാര്യം ഉണ്ടായിട്ട് തന്നെയാകട്ടെ. ഇനിയിപ്പോൾ ഒരു പാവമായി കഴിഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് അവനും തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. പ്രതാപിന് സസ്പെൻഷൻ ഉറപ്പാണെന്ന് കൂട്ടുകാർക്കും അറിയാമായിരുന്നു. എന്നാൽ അടുത്ത ദിവസം സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പ്രതാപിൻ്റെ ജേഴ്സി നമ്പർ മാറ്റി. 10 എന്ന നമ്പർ ശങ്കറിൻ്റെ ജേഴ്സിയിലായി. തന്നെ ഇതിൽ കൂടുതൽ അവമാനിക്കാനില്ലെന്ന് പ്രതാപിന് ഉറപ്പായി. 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അവൻ പ്രതാപിൻ്റെ മുന്നിലൂടെ നടന്നു. തൻ്റെ സ്വപ്നങ്ങൾ തകർന്നടിയുന്നത് പ്രതാപ് ഭാവനയിൽ കണ്ടു. തൻ്റെ കളിയുടെ അവസാനമായോ? അവന് സംശയം തോന്നി. നിവർന്നു നിൽക്കാൻ ഒരത്താണി തേടി അവൻ്റെ കണ്ണുകൾ ചുറ്റും പരതി. ഡാഡി, ഇത് ക്രൂരതയാണ്, വല്ലാത്ത ക്രൂരത. എല്ലാവരും കൂടി ചേർന്ന് പ്രതാപിനെ ചതിക്കുകയാണ്. ഇത്തവണയും പ്രതാപ് മത്സരത്തിനില്ല. പ്രതാപിൻ്റെ ജേഴ്സി നമ്പർ പോലും മാറ്റി ശങ്കർക്ക് കൊടുത്തിരിക്കുന്നു. മനഃപൂർവ്വം പ്രതാപിനെ തകർക്കാൻ ശ്രമിക്കുന്ന നിലയ്ക്ക് തീർച്ചയായും ഡാഡിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടാം. ഡാഡി ഇടപെട്ട് എന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റൂ. മീര ശ്വാസം കഴിക്കാൻ പോലും മറന്ന് സംസാരിക്കുകയായിരുന്നു. കസേരയിൽ പിന്നോട്ടാഞ്ഞിരുന്ന് തീപ്പൊയ്ക്ക് മുകളിലേക്ക് കാലുകൾ ഉയർത്തിവെച്ച് മകളുടെ മുഖത്തേക്ക് കൗതുകപൂർവ്വം നോക്കിയിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ശിവദാസൻ. ഇത്രയും നേരം തടിച്ച ഫ്രെയിമുള്ള കണ്ണട നേരെ വെച്ചിട്ട് അദ്ദേഹം തിരക്കി. നീ കണ്ടിരുന്നോ പ്രതാപിനെ? അവൾ തല കുലുക്കി. മോള് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിവരങ്ങൾ മുഴുവൻ അറിയുകയും അന്വേഷിക്കേണ്ടടുത്ത് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഓ, അവളുടെ കണ്ണുകളിൽ തിളക്കം. എന്നിട്ട്? അവർ ചെയ്തത് മുഴുവൻ ശരിയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രതാപ് നീ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ ഫിറ്റല്ല. അവൻ്റെ കാലുകളിൽ പന്തുറയ്ക്കുന്നില്ല. കൃത്യമായ ഒരു പാസ് കൊടുക്കാൻ പോലും അവന് കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ കളത്തിലിറക്കും? 10-ാം നമ്പർ ജേഴ്സിക്ക് യോജിച്ച ആൾ ശങ്കർ ആണെന്ന് കോച്ച് പറയുന്നു. അർഹതയുള്ളവന് അംഗീകാരം കൊടുക്കണ്ടേ? തീർച്ചയായും വേണം. അർഹതയുള്ളവന് തന്നെ അംഗീകാരം കൊടുക്കണം. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. അർഹതയുള്ളവൻ പുറത്തു നിൽക്കുന്നു. ഡാഡിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പ്രതാപിനെ പോലെ ഫിറ്റായ ഒരു കളിക്കാരൻ ഇന്ന് പോലീസ് ടീമിലില്ല. അല്പം ഉച്ചത്തിൽ ചിരിച്ചുപോയി ശിവദാസൻ. നിനക്ക് കളിയെക്കുറിച്ച് എന്തറിയാം? ആൾക്കാരുടെ മുഖത്ത് നോക്കിയാലും സംസാരം കേട്ടുമല്ല അവർ ഫിറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത്. മീരയ്ക്ക് വിഷമവും കോപവും ഒന്നിച്ചുണ്ടായി. ഡാഡിയും അവരുടെ പക്ഷത്താണ്. പക്ഷേ ഒന്നോർത്താൽ കൊള്ളാം. പ്രതാപ് പുറത്തായാൽ അതിൻ്റെ മാനക്കേട് നമുക്കും കൂടിയാണ്. എങ്ങനെ? മുഖ്യമന്ത്രി കണ്ണുകൾ ചിമ്മി. മോളെന്താ പറഞ്ഞത്? ഡാഡിയുടെ മരുമകൻ ഒന്നുമല്ലാതാവുന്നതിൻ്റെ ക്ഷീണം ഡാഡിക്ക് കൂടിയല്ലേ? ശിവദാസിൻ്റെ കണ്ണുകൾ കുറുകി. അപ്പോൾ അതാണ് കാര്യം. ഈ നിലയിൽ അവൻ എൻ്റെ മരുമകനാകുമെന്ന് മോൾ വിചാരിക്കുന്നുണ്ടോ? ഡാഡി, അലർച്ച പോലെ വിളിച്ചുപോയി മീര. ഡാഡി പറയുന്നത്? ഒരിക്കൽ ഡാഡി തന്നെയല്ലേ എനിക്ക് വാക്കുന്നത്? അതന്ന്. പക്ഷേ അതിനുശേഷം ഇന്ന് വരേണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രതാപ് പിറകോട്ടല്ലേ? ഒന്നുമല്ലാത്ത ഒരാൾക്ക് എൻ്റെ മോളെ കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഡാഡി. അവൾ കരഞ്ഞുപോയി. എന്താ അച്ഛനും മകളും കൂടി? ആതിര അവിടേക്ക് വന്നു. ഇവൾ പറയുന്നത് കേട്ടോടി, പ്രതാപ് എൻ്റെ മരുമകനാകാൻ പോകുന്ന ആളല്ലേന്ന്. അയ്യടി, ആതിരയുടെ മുഖത്ത് പുച്ഛഭാവത്തിൽ ചിരിയുണ്ടായി. അവനേക്കാൾ മെച്ചമാണല്ലോടി പീഡികത്തിനയിൽ ഉറങ്ങുന്ന തെരുവു തണ്ടികൾ. മമ്മി, അസഹ്യതയോടെ മീര വിളിച്ചു. പ്രതാപ് തെണ്ടിയാണെങ്കിലും എനിക്ക് അദ്ദേഹം വലുതാണ്. അദ്ദേഹമോ? ഫൂ, ആതിര കാറി തുപ്പി. കാൽ കാശിന് ഗതിയില്ലാത്ത നാറി. ഏതായാലും ഒന്ന് ഞാൻ ഓർമ്മിപ്പിച്ചേക്കാം. അവൻ്റെ കൂടെ കഴിയാമെന്നുള്ള പൂതി ഇനി എൻ്റെ മോളങ്ങ് ഉപേക്ഷിച്ചേരെ. നിന്റെ ഡാഡിയും ഞാനും ജീവനോടെ ഇരിക്കുമ്പോൾ അത് നടക്കില്ല. മാത്രമല്ല, തുടർന്ന് പറഞ്ഞത് ശിവദാസാണ്, ഇനി നീ അവനെ കാണുകയോ ഫോണിൽ സംസാരിക്കുകയോ ചെയ്താൽ പിന്നെ അവൻ്റെ ശവശരീരം പോലും ആരും കണ്ടെന്നു വരില്ല. ഡാഡി, കയറിപ്പോടിയകത്ത്. തൻ്റെ കണ്ണുകളിൽ ഇരുൾ നിറയുന്നത് മീര അറിഞ്ഞു. കൂറ്റൻ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ തിരയിടച്ചു കയറി. നൂറായി ജലക്കണികൾ ചിതറിത്തെറിച്ചു. ആഴി അലറുകയാണ്. ആരോടൊക്കെയുള്ള ക്രോധം മുഴുവൻ തിരമാലകൾ ആവാഹിച്ചെടുത്തിരിക്കുന്നു. കാണെ സമുദ്രം കൂടുതൽ ഭ്രാന്തിയാവുകയാണ്.
തൻ്റെ മനസ്സ് അതിലും ശക്തിയിൽ ഇളകി മറിയുകയാണെന്ന് മീര അറിഞ്ഞു. അവൾ അസ്വസ്ഥതയോടെ വാച്ചു നോക്കി. പ്രതാപ് എന്തേ വൈകുന്നു? പാറപ്പുറത്തിരുന്ന് അലക്ഷ്യമായി അവൾ സമുദ്രത്തിലേക്ക് നോക്കി. അങ്ങകലെ കൂടി ഒരു കപ്പൽ നീങ്ങുന്നത് കാണാം. ഫിഷിംഗ് ബോട്ടുകൾക്ക് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ. യന്ത്രം ഘടിപ്പിച്ച വള്ളങ്ങൾ വെള്ളത്തിന് മുകളിലൂടെ ചാട്ടുളി പോലെ പാഞ്ഞു പോകുന്നു. ഉപ്പിൻ്റെ രസമുള്ള ശക്തമായ കാറ്റ് വീശി. വന്നിട്ട് അധിക നേരമായോ? ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. പ്രതാപ്. അവളുടെ കരഞ്ഞു വീർത്ത മുഖവും ചുവപ്പോളം ബാധിച്ച കണ്ണുകളും പ്രതാപ് കണ്ടു. എന്തു പറ്റി മീര? അവൻ അവൾക്കരികിൽ പാറപ്പുറത്തിരുന്നു. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി. എന്താ മോളിങ്ങനെ? കൊച്ചുകുട്ടികളെ പോലെ അവൻ അവളുടെ കണ്ണീരൊപ്പി. പ്രതാപ്. വിതുമ്പൽ കാരണം അവൾക്ക് സംസാരിക്കാൻ തന്നെ കഴിയുന്നില്ല. നമുക്ക് എവിടേക്കെങ്കിലും പോവാം പ്രതാപ്. അവനിൽ ഞെട്ടൽ. മീര പറയുന്നത്? ഇവിടെ നിന്നാൽ നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ല പ്രതാപ്. എവിടേക്കെങ്കിലും നമുക്ക് ഒളിച്ചോടാം. പ്രതാപ് അവളെ തുറച്ചു നോക്കി. അവളുടെ കണ്ണുകളിൽ പൊട്ടിച്ചിതറുന്ന തിരമാലകൾ അവൻ കണ്ടു. അവൻ നേരത്തെ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നെയും കൊണ്ട് രക്ഷപ്പെടാമെന്നെങ്കിലും ഒരു വാക്കു പറയൂ പ്രതാപ്. മീരേ. അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. നമ്മൾ ഒളിച്ചോടിയാൽ എൻ്റെ വീട്ടുകാരുടെ കാര്യം എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയാം. നിന്റെ ഡാഡിയും കൂട്ടാളികളും അവരെ പിന്നീട് ജീവനോടെ വെച്ചേക്കുക കൂടിയില്ല. ഞാൻ കാരണം മറ്റുള്ളവരെ കൂടി കൊലയ്ക്ക് കൊടുക്കണോ? പ്രതാപും കാലുമാറുകയാണോ? ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ മോളെ. എനിക്ക് ഞാൻ തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം കൈവിട്ട് പോകുന്നത് പോലെ. അല്ലെങ്കിൽ തന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അങ്ങനെയൊക്കെ പറയാതെ പ്രതാപ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളായിരുന്നു തികട്ടി വന്നുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി ദീപിയിലേക്ക് തന്നെ വിളിച്ചപ്പോൾ എന്തെങ്കിലും തക്കതായ കാര്യം ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു. അടഞ്ഞ വാതിലിനുള്ളിൽ താനും മുഖ്യമന്ത്രിയും മാത്രം. കൂട്ടിലടച്ച വെരുകിനെ പോലെ അസ്വസ്ഥതയോടെ അങ്ങിങ്ങ് ലാത്തുകയായിരുന്നു ശിവദാസൻ. പെട്ടെന്ന് തൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നിന്നെ ഞാനിവിടെ വിളിച്ചു വരുത്തിയത് സുപ്രധാനമായൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. കാതോർത്ത് നിന്നു. എൻ്റെ മകളുടെ മനസ്സ് വേദനിക്കാതിരിക്കാനായി ഞാൻ ചിലപ്പോൾ അവളോട് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കൊച്ചുകുട്ടികളോട് അമ്പിളി അമ്മാവനെ പിടിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ അതൊന്നും നീ കാര്യമായിട്ട് എടുക്കരുത്. മീരയെ സ്വന്തമാക്കാമെന്നും മറ്റും. കാതിനുള്ളിൽ ഇടിമുഴക്കം. അതിൻ്റെ അലകൾ തുടർന്നു കൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ശരിക്ക് കേട്ടതുകൂടിയില്ല. ഒന്ന് മാത്രം അറിഞ്ഞു. ഈ കനലിനേക്കാൾ പൊള്ളലേൽപ്പിക്കാൻ കഴിവുണ്ടായിരുന്നു ആ വാക്കുകൾക്ക്. അവസാനം ഛേദനം മരവിച്ച് സ്ഥലകാലം വിസ്മരിച്ചങ്ങനെ നിൽക്കുമ്പോൾ അന്ത്യവാചകം കേട്ടു. ഇനി നീ മീരയെ കണ്ടുകൂടാ. അഥവാ അവൾ നിന്നോടെന്തെങ്കിലും പറഞ്ഞു വന്നാൽ അവളെ പിന്മാറുവാൻ ഉപദേശിക്കുകയേ ആകാവൂ. പ്രായപൂർത്തിയായവരാണെന്ന് വെച്ച് രജിസ്റ്റർ വിവാഹം നടത്തി മുഖ്യമന്ത്രിയുടെ മരുമകനാകാമെന്ന മറ്റോ മനസ്സിലുണ്ടെങ്കിൽ ആ പൂതി അങ്ങ് മാറ്റിവെച്ചേക്ക്. കൊന്നു കുഴിച്ചു മൂടിക്കളയും. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ മുഴുവനും ഞാൻ. മറുത്ത് ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. പോയിക്കോ. തളർന്ന മനസ്സും ശരീരവുമായി അവിടെ നിന്നിറങ്ങി. എന്നിട്ടും മീര വിളിച്ചപ്പോൾ ഒപ്പം എത്താതിരിക്കാനായില്ല. പ്രതാപ് എന്താണ് ചിന്തിക്കുന്നത്? ഒന്നുമില്ല, അവൻ സാവധാനം പറഞ്ഞു. മീര ഇനി എന്നെ കാണാൻ വരരുത്. എങ്ങനെയെങ്കിലും ഞാൻ കുറേ കാലം കൂടി ഇങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എൻ്റെ പെങ്ങന്മാരെ മുഴുവൻ കെട്ടിച്ചയച്ചിട്ട് മരിച്ചാലും വേണ്ടിയില്ലായിരുന്നു. മീരയുടെ ഹൃദയം പൊടിഞ്ഞു. അസഹ്യമായ വേദനയിൽ അവൾ വിളിച്ചു. പ്രതാപ് തന്നെയാണോ ഈ പറയുന്നത്? അവൻ തിരമാലകളിൽ മിഴികളൂന്നി. അവളുടെ മുഖത്ത് നോക്കാനുള്ള കരുത്തില്ലായിരുന്നു. ഇത്രയെങ്കിലും ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഇനി കൂടുതൽ സംസാരിച്ചാൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വരില്ല. തൃപ്തിയായി എനിക്ക്. അവളിൽ നിന്നും വാക്കുകൾ തെറിച്ചു വീണു. എല്ലാവരെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഞാനാണ് വിഡ്ഢി. എന്നെ ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ ഈശ്വര. എല്ലാവർക്കും ചവിട്ടിത്തേക്കാൻ മാത്രമുള്ളൊരു ജന്മമാണോ എൻ്റേത്? എന്നിട്ടും അവൻ പ്രതികരിച്ചില്ല. സാവധാനം എണീറ്റു. അവളുടെ മുഖത്ത് നോക്കാതെ തന്നെ പറഞ്ഞു. മീര അറിയാത്ത ഒരുപാട് കഥകളുണ്ട്. എന്നെ ടീമിൽ ഒന്നും വല്ലാതാക്കുന്നതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ആരാണെന്ന് അറിയാമോ? മുഖ്യമന്ത്രി ശിവദാസൻ സാർ, മീരയുടെ അച്ഛൻ. എല്ലാം ഞാൻ അറിഞ്ഞു. ശങ്കറിനെ കൊണ്ട് മീരയെ വിവാഹം കഴിപ്പിക്കുന്നതിനുള്ള അടവുകളായിരുന്നു എല്ലാം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സംഘർഷ മേഖലകളിലേക്ക് എന്നെ ഡ്യൂട്ടിക്കിട്ടതും അവിടെ വെച്ച് ഗുണ്ടകൾ ആക്രമണത്തിന് വന്നതും. ഫുട്ബോൾ രംഗത്ത് ഞാൻ കൂടുതൽ ശോഭിച്ചാൽ അത് അദ്ദേഹത്തിന് ഭീഷണിയായി തീരുമെന്നും അദ്ദേഹം സംശയിക്കുന്നു. മാത്രമല്ല, ശങ്കർ ടീമിൽ നിന്നും ഔട്ടാവുകയും ചെയ്യും. ഇതൊന്നും അദ്ദേഹത്തിന് സഹിക്കാനും കഴിയില്ലല്ലോ. പ്രതാപ് പതിയെ മുന്നോട്ട് നീങ്ങി. അകലെ കപ്പലിലെ സൈറൺ അലർച്ചയായി അവിടെ മുഴങ്ങി. അതുകൊണ്ട് ഇനിയൊരിക്കലും മീര എന്നെ കാണരുത്. ഫോണിൽ വിളിക്കുക പോലും അരുത്. അവൻ നടന്നു കഴിഞ്ഞു. പ്രതാപ് അവൻ്റെ പിന്നാലെ ഓടിച്ചെന്നു. അവൻ തിരിഞ്ഞു നോക്കിയില്ല. അവൾ അവൻ്റെ മുന്നിൽ കയറി നിന്നു. പ്രതാപ് ഒന്ന് ഓർത്തോളൂ. ഈ കഴുത്തിൽ ഒരു താലി വീഴുകയാണെങ്കിൽ അത് പ്രതാപിൻ്റെ കൈകൊണ്ടായിരിക്കും. മറ്റാരെങ്കിലുമാണ് അതിന് തയ്യാറാകുന്നതെങ്കിൽ എൻ്റെ ശവമേ കിട്ടൂ. അവൻ പ്രതികരിച്ചില്ല. കേൾക്കാത്ത ഭാവത്തിൽ മുന്നോട്ട് നീങ്ങി. കടൽ തീരത്തെ നനഞ്ഞ മണ്ണിലൂടെ അവൻ്റെ കാലടികൾ നീണ്ടുപോയി. പിന്നാലെ എത്തിയ തിരമാലകൾ അവ മായ്ച്ചുകൊണ്ടിരുന്നു. തിരികെ വീട്ടിലെത്തിയ മീരയെ കാത്തിരിക്കുകയായിരുന്നു ആർദ്ര. എന്തിയടി കാമുകൻ? അവനെ കാണാൻ പോയിട്ട് വരികയല്ലേ നീ?
മീര ചോദ്യം അവഗണിച്ചു. മമ്മിയെ ശ്രദ്ധിക്കാതെ തൻ്റെ മുറിയിലേക്ക് കടന്നു. ആർദ്ര ഒപ്പമെത്തി. എന്നാലും അവൻ എന്തു പറഞ്ഞടി? കാമുകിയെ രക്ഷിക്കാമെന്ന് സമ്മതിച്ചോ? അപ്പോഴും അവൾ മിണ്ടിയില്ല. പ്രതാപിനെ കണ്ടിട്ട് തിരികെ പോരുന്ന വഴിക്ക് അവളും ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. നിന്റെ നാവിറങ്ങി പോയോടെ? ഇല്ല. അവൾ തിരിഞ്ഞു നിന്നു. കാമുവിൻ്റെ കൂടെ ഭർത്താവ് അറിയാതെ ഇപ്പോഴും പോകാറുള്ള നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊന്നും തിരക്കാനാവില്ല എന്നെനിക്കറിയാം. വിളറിപ്പോയി ആർദ്ര. മകൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത് ആദ്യമായാണ്. മീര തുടർന്നു. ഒന്നും ആരും അറിയുന്നില്ലെന്നാണ് മമ്മിയുടെ വിചാരമെങ്കിൽ അറിഞ്ഞോളൂ. ഓരോന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മഹിളാ സമാജമെന്നും ഡോഗ് ഷോ എന്നും പാചക മത്സരമെന്നും മറ്റും പറഞ്ഞ് പോകുന്നത് സ്പോർട്സ് മന്ത്രി അരവിന്ദാക്ഷൻ്റെ കിടക്കയിലേക്കാണെന്ന് എനിക്കറിയാം. ആർദ്ര സ്തംഭിച്ചു നിന്നു. കാമുകൻ്റെ കൂടെ കുറേ കൂടി സ്വൈരമായി കഴിയാനുള്ള അടവാണ് എന്നെ ശങ്കറുമായുള്ള വിവാഹത്തിന് നിർബന്ധിക്കുന്നതെന്നും അതിനായി പാവം പ്രതാപിനെ കുരിശിലേറ്റുന്നതെന്നും ഓർത്തോളൂ. പക്ഷേ ഒരു കാര്യം അമ്മ ഓർത്തിരുന്നാൽ നന്ന്. മുഖ്യമന്ത്രിയുടെ ഭാര്യയെ സ്വന്തം കിടപ്പുമുറിയിൽ എത്തിക്കാൻ കഴിഞ്ഞ സ്പോർട്സ് മന്ത്രിക്ക് മകളെയും അതേ കിടക്കയിൽ എത്തിക്കണമെന്ന മോഹം ഉണ്ടായിക്കൊടുന്നില്ല. അങ്ങനെ വന്നാൽ മമ്മിക്ക് തകരുന്നത് സ്വന്തം പ്രതീക്ഷകളായിരിക്കും, നഷ്ടമാകുന്നത് പൂർവ്വ കാമുകനും. ആർദ്ര മിഴിച്ചു നിൽക്കെ മീര മുന്നോട്ട് നീങ്ങി. രണ്ടാം നിലയിലേക്കുള്ള പടികളുടെ മുകളിലെ അറ്റത്ത് ചെന്ന് നിന്നിട്ട് അവൾ പറഞ്ഞു. പക്ഷേ മീരയെ ശങ്കർ കൊണ്ട് കെട്ടിക്കാമെന്ന ആരുടെയും വ്യാമോഹം നടക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് സ്വന്തം മമ്മിയുടെ രഹസ്യകഥകൾ പത്രത്തിലൂടെ എഴുതുകയായിരിക്കും. അവൾ തൻ്റെ മുറിയിൽ കയറി ശക്തിയോടെ വാതിൽ വലിച്ചടച്ചു. ആർദ്ര പകച്ചു നിന്നു. വല്ലാതെ ഭയന്നു പോയിരുന്നു അവർ. ജീവിതത്തിൽ ആദ്യമായാണ് അവർക്ക് ഇത്രയും ഭീതി തോന്നുന്നത് തന്നെ. മകൾ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കുകൾ ഇതുവരെ ആർക്കും അറിയാൻ പാടില്ലാതിരുന്ന രഹസ്യം അവൾ മണത്തറിഞ്ഞിരിക്കുന്നു. ആർദ്ര സെറ്റിയിൽ തളർന്നിരുന്നു. വിവാഹത്തിന് മുൻപേ അരവിന്ദാക്ഷനുമായി അടുപ്പമായിരുന്നു. അന്ന് അദ്ദേഹം മന്ത്രി പോയിട്ട് ഒരു MLA പോലും ആയിട്ടില്ല. കൊടിയും പിടിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കി നടക്കുന്ന കാലം. ഈ അവസരത്തിലായിരുന്നു MLA ശിവദാസിൻ്റെ വിവാഹാലോചന വന്നത്. അച്ഛൻ കണ്ണുമടച്ചങ്ങ് സമ്മതിച്ചു. തൻ്റെ എതിർപ്പിനൊന്നും യാതൊരു വിലയുമില്ലായിരുന്നു. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ അരവിന്ദാക്ഷനുമായുള്ള ബന്ധം തുടരുന്നു, ആർക്കും സംശയത്തിന് പോലും ഇട കൊടുക്കാതെ. മീര ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് ആർദ്രയ്ക്ക് മനസ്സിലായില്ല. ഈ ബന്ധം അവളുടെ ഡാഡി അറിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കാൻ കൂടി അശക്തയായിരുന്നു ആർദ്ര. മകളുടെ ഭീഷണി അവരുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. അവളെ ഇനി വിവാഹത്തിന് നിർബന്ധിച്ചാൽ തീർച്ചയായും അവൾ ഇതൊക്കെ വിളിച്ചു പറയുമെന്ന് അവൾക്ക് ഉറപ്പായി. എന്നുവെച്ച് ഈ കാര്യം പുറത്തു പറയരുതെന്ന് മകളോട് പറയുവാനും ആർദ്രയ്ക്ക് മടിയായിരുന്നു. ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങി. കോഴിക്കോട്ട് വച്ചാണ്. കളിക്കാരും കോച്ചും ടീം മാനേജറുമൊക്കെ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോയിരുന്നു. പ്രതാപ് പോയില്ല. സബ്സ്റ്റിറ്റ്യൂട്ടായി പോലും ഇറക്കുവാൻ ഫിറ്റല്ലാത്ത കളിക്കാരനെ എന്തിനു കൊണ്ടുപോകാനാണ്? മറ്റുള്ളവരെ പോലെ പ്രതാപും TV-ക്ക് മുന്നിലിരുന്ന് കളി കണ്ടു. ആദ്യ മത്സരത്തിൽ തന്നെ കേരള പോലീസിന് നാണം കെട്ട തോൽവി. 6-0. ടീം 2ാം റൗണ്ടിൽ എത്തുകയില്ലെന്ന് പ്രതാപിന് ഉറപ്പായി. ഗാലറികളിൽ ഇരുന്നവർ കൂക്കുവിളികളോടെയാണ് പോലീസിനെ തിരിച്ചയച്ചത്. 2ാം മത്സരത്തിലും തോൽവി. ഇത്തവണ 2 ഗോൾ കൂടി കുറച്ചേ വാങ്ങിയുള്ളൂ. പത്രങ്ങൾ മുഴുവൻ കോച്ച് സാം ലൂയിസിനെയും ക്യാപ്റ്റൻ ശങ്കറിനെയും സ്പോർട്സ് മന്ത്രി അരവിന്ദാക്ഷനെയും കുറ്റപ്പെടുത്തി എഴുതി. മാത്രമല്ല പ്രതാപ് കളിക്കളത്തിൽ ഇല്ലാതിരുന്നതാണ് തോൽവിയുടെ മുഖ്യ കാരണമെന്നും ഇപ്പോഴത്തെ കോച്ച് മദ്യപാനിയും ശ്രീലംബടനുമാണെന്നും ഇത്തരം ആളിനെ ഒരിക്കലും ടീമിൽ വച്ചു കൊണ്ടിരിക്കരുതെന്നും തുറന്നെഴുതി. വല്ലാത്ത നാണക്കേടായിപ്പോയി സാം ലൂയിസിനും ശങ്കറിനും മറ്റും. കോപം മുഴുവൻ അവർക്ക് പ്രതാപിനോടായിരുന്നു. ഇവൻ പോലീസ് ടീമിൽ ഉള്ളതാണ് ഇതിനെല്ലാം കാരണം. ഇപ്പോഴെങ്ങനെയുണ്ട് ഡാഡി? മുഖത്ത് പുച്ഛഭാവത്തിൽ ഒരു ചിരി വരുത്തിക്കൊണ്ട് മീര മുഖ്യമന്ത്രി ശിവദാസിനെ നോക്കി. അദ്ദേഹത്തിൽ നിന്നും മറുപടി കിട്ടിയില്ല. ഇനിയെങ്കിലും ഡാഡിയെ പോലെ മിഥ്യാധാരണകൾ വെച്ച് പുലർത്തുന്നവരും ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ടോ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞതുകൊണ്ടോ ഒരുത്തിൻ്റെയും കളി നന്നാവണമെന്നില്ല. അതിന് കളിക്കാൻ അറിയണം. സത്യം പറഞ്ഞാൽ ഇത്രയും നാണക്കേട് വലിച്ചു തലയിൽ വയ്ക്കാതെ പോലീസ് ടീമിനെ പിരിച്ചുവിട്ടുകൂടെ? വെറുതെ എന്തിനാ ഫുട്ബോളിൻ്റെ പേര് പറഞ്ഞ് പണം ദൂർത്തടിക്കുന്നത്? പറ്റിയ ഒരു കോച്ചും കളിക്കാരും. ഒന്നും നിർത്തടി നിൻ്റെ അധിക പ്രസംഗം. അവസാനം മറുപടി പറയുവാൻ ഒന്നുമില്ലെന്നായപ്പോൾ ശിവദാസിൻ്റെ ശബ്ദമേർന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും ശങ്കർ തന്നെയായിരിക്കും ഇനിയും ക്യാപ്റ്റൻ. എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം. അല്ലെങ്കിലും രാഷ്ട്രീയക്കാർക്ക് നാണക്കേട് എന്നൊന്നില്ലല്ലോ. അവൾ പറഞ്ഞു തീരും മുമ്പ് ശിവദാസൻ ചാടി എണീറ്റതും അവളുടെ മുഖമടച്ച് ഒന്ന് കൊടുത്തതും ഒപ്പമായിരുന്നു. ആർദ്ര ഓടിയെത്തി. നിങ്ങൾ എന്താണ് ഈ കാട്ടിയത്? നിഷേധി. പറഞ്ഞു പറഞ്ഞ് അവൾക്ക് എന്തും ആകാമെന്നായിരിക്കുന്നു. ഒറ്റ ചവിട്ടിന് കൊന്നുകളയും ഞാൻ. അതാണ് ഏറ്റവും നല്ലത്, അവൾ വീറോടെ പറഞ്ഞു. ഒരു നിമിഷം നേരത്തെ കൊല്ലാമോ? അത്രയും ആശ്വാസം. മകൾക്ക് ഒന്ന് കിട്ടിയതിൽ ആർദ്രയ്ക്ക് സന്തോഷം തോന്നി. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ പറ്റുമോ? അവൾ വല്ലതും വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുപോടി ഈ അസത്തിന് എൻ്റെ മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ഇനിയും കടുങ്കൈ വല്ലതും ചെയ്തു പോകും. വാ മോളെ. ആർദ്ര സ്നേഹം ഭാവിച്ചു. മീര ഒന്ന് നോക്കിയപ്പോൾ പതറിപ്പോയി അവർ. അവൾ തിരിഞ്ഞു നടന്നു. അപ്പോൾ ശിവദാസൻ വിളിച്ചു പറഞ്ഞു. വരുന്ന തിങ്കളാഴ്ച നിൻ്റെ വിവാഹം നിശ്ചയമാണ്. ഞാനും അരവിന്ദാക്ഷനും അത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും മീരയ്ക്ക് വല്ലാത്ത നടുക്കം അനുഭവപ്പെട്ടു. തൻ്റെ മുറിയിലെ കിടക്കയിൽ അവൾ തളർന്നു വീണു. പ്രതാപിനെ ഈ വിവരം അറിയിക്കണമെന്ന ചിന്ത മനസ്സിലുണ്ടായി.
അയാൾക്ക് തന്നെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ആ മനസ്സിൽ തന്നോടുള്ളത് അമിത സ്നേഹമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ ഫോണിലൂടെ പ്രതാപനുമായി ബന്ധപ്പെട്ടു. ഞാൻ മീരയാണ്, അവൾ പറഞ്ഞു. പക്ഷേ റോങ് നമ്പർ എന്നറിയിച്ച അവൻ റിസീവർ വെച്ചു കളഞ്ഞു. ആരുടെയാ ഫോൺ? വിനോദ് ചോദിച്ചു. ആവോ, റോങ് നമ്പറായിരുന്നു. വിനോദ് അത് വിശ്വസിച്ചില്ലെങ്കിലും കൂടുതലൊന്നും ചോദിച്ചില്ല. ഞായറാഴ്ച ദിവസമായി. മുറ്റത്ത് വിവാഹപന്തൽ പോലെ ഒരു പന്തൽ ഉയർന്നിരുന്നു. ആർഭാടമായി തന്നെ ഉറപ്പും നടത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. രണ്ടാം നിലയുടെ ജനാലയ്ക്കൽ വിദൂരതയിലേക്ക് നോക്കി എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ നിൽക്കുന്ന മീര. അവൾ മനസ്സിൻ്റെ അകത്തളത്തിലിട്ട് ചില തീരുമാനങ്ങൾക്ക് ഉറപ്പ് നൽകുകയായിരുന്നു. ആ മുഖഭാവവും അപ്പോൾ ഉറച്ചതായിരുന്നു. പ്രതാപ് അന്ന് പ്രാക്ടീസിനിറങ്ങിയില്ല. സ്റ്റേഡിയത്തിലെ ഒഴിഞ്ഞ ഗാലറിയിൽ അവൻ മാനം നോക്കി മലർന്നു കിടന്നു. നാളെ മീരയുടെ വിവാഹം ഉറയ്ക്കുന്നു. ശങ്കർ ലീവ് എടുത്ത് പോയി കഴിഞ്ഞു. അന്ന് കടൽക്കരയിൽ വെച്ച് അവളോട് അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ ഫോൺ ചെയ്തപ്പോൾ റോങ് നമ്പർ എന്ന് പറഞ്ഞ് ലൈൻ കട്ട് ചെയ്തെങ്കിലും ഒരിക്കലും മനസ്സിൽ നിന്നും മായാതെ അവൾ അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. അവളോടൊത്തൊരു ജീവിതം എത്ര കൊതിച്ചുപോയി. അവളുടെ വീട്ടിലെ പട്ടിയുടെ വിലയില്ല തനിക്കെങ്കിലും ഒടുങ്ങാത്ത ആശകളുടെ വിളനിലമായി മനസ്സ് ആഗ്രഹിച്ചു പോയി. ആ ആഗ്രഹത്തിന് വെള്ളവും നൽകുന്നതായിരുന്നില്ലേ ഒരിക്കൽ മുഖ്യമന്ത്രി മീരയ്ക്ക് കൊടുത്ത വാക്ക്. അന്നവൾ ആ കാര്യം പറഞ്ഞപ്പോൾ ഏറെ ആഹ്ലാദിച്ചിരുന്നു. താനിപ്പോൾ ചെന്ന് വിളിച്ചാലും അവൾ ഇറങ്ങിപ്പോരും. പക്ഷേ അതിനുശേഷം നിസ്സഹായനായ അച്ഛൻ്റെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. പാവം അച്ഛനും പെങ്ങന്മാരും എന്തു ചെയ്യും? അധികാര കസേരകളിൽ ഇരിക്കുന്ന ചെകുത്താന്മാരുടെ ശക്തിക്ക് മുന്നിൽ എല്ലാം തകർന്ന് തരിപ്പണമാകില്ലേ? അന്നാദ്യമായി പ്രതാപിനെ മദ്യപിക്കണമെന്ന് തോന്നി. ജീവിതത്തിൽ ഇതുവരെ മദ്യത്തിൻ്റെ രുചി അറിഞ്ഞിട്ടില്ല. മദ്യം എല്ലാം മറക്കാൻ പറ്റിയ മരുന്നാണെന്നാണ് എവിടെയോ വായിച്ചിട്ടുള്ളതായി അവൻ ഓർമ്മ വന്നു. പ്രതാപ് വിനോദിൻ്റെ അടുത്ത് ചെന്നു. നീ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ ഒരിടം വരെ വരണം. ഓക്കെ, എവിടെയാണെന്ന് വിനോദ് ചോദിച്ചില്ല. ക്വാർട്ടേഴ്സിൽ വന്ന് വേഷം മാറിയിട്ട് ഇരുവരും ഇറങ്ങി. ഒരു ഓട്ടോയിലായിരുന്നു യാത്ര. ബാറിന് മുന്നിലെത്തിയപ്പോൾ പ്രതാപ് പറഞ്ഞു, നിർത്തൂ. ഓട്ടോറിക്ഷ നിന്നു. പ്രതാപ് ഇറങ്ങി പണം കൊടുത്തു. എന്താണ് ഇവിടെ? നീ വാ. അവനും ഇറങ്ങി. ഇരുവരും ബാറിന് നേരെ നടന്നു. വിനോദ് അമ്പരന്ന് പോയി. അവൻ അത്ഭുതത്തിൽ പ്രതാപിനെ നോക്കി. വിനോദ് വല്ലപ്പോഴും അല്പം മദ്യപിക്കുന്ന കൂട്ടത്തിലാണ്. എന്നാൽ ഒരു ബിയർ പോലും കഴിക്കാത്ത പ്രതാപ് എന്തിനിവിടെ വന്നുവെന്ന് വിനോദിനെ പിടികിട്ടുന്നില്ല. ബാറിൻ്റെ വാതിൽ തള്ളി തുറന്ന് മങ്ങിയ വെളിച്ചമുള്ള മുറിയിൽ പ്രവേശിച്ചു. പ്രതാപ് ആദ്യമായി ബാറിനുൾവശം കാണുകയാണ്. ഒഴിഞ്ഞ ഒരു മേശയ്ക്ക് മുന്നിലിരുന്നു. വിനോദ് എന്തോ ചോദിക്കാൻ ഭാവിച്ചപ്പോഴേക്കും ബെയർ അടുത്തു വന്നു കഴിഞ്ഞിരുന്നു. സാർ, എന്ത് വേണം എന്നർത്ഥത്തിൽ വിനോദ് പ്രതാപിനെ നോക്കി. നല്ല വീര്യമുള്ളത്. പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ വിനോദേ. വിനോദ് ഓർഡർ നൽകി. ബെയർ പോയി കഴിഞ്ഞപ്പോൾ അവൻ പ്രതാപിനോട് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോടാ. നമ്മൾ മദ്യപിക്കാൻ പോവുകയാണ്. അവൻ മനസ്സിലായി. പക്ഷേ നിന്റെ പെട്ടെന്നുള്ള ഈ മാറ്റം. ഓ അതോ, അവൻ ചിരിച്ചു. നാളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ബെയറർ കുപ്പിയും ഗ്ലാസുകളും കൊണ്ടുവന്നു. പിന്നാലെ സോഡയും ഐസ് ക്യൂബുകളും. വിനോദ് 2 ഗ്ലാസുകളിൽ പകർന്നു. സോഡയും ഐസും കലർത്തി. പ്രതാപ് അതെടുത്ത് ഒറ്റ വലിക്ക് അകത്താക്കി. ഹൗ, ശ്വാസം പുറത്തേക്ക് ശക്തിയിലൂതി. തൊണ്ട മുതൽ ആമാശയം വരെ എരിഞ്ഞിറങ്ങുന്നു. വിനോദ് വീഴ്ചിരുന്നു. ഒഴിക്കടാ. അവൻ രണ്ടാമതും ഗ്ലാസ്സിൽ പകർന്നു. അതും പ്രതാപ് അകത്താക്കി. അപ്പോഴേക്കും അവൻ്റെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞിരുന്നു. വിനോദ് ഒരിറക്കം കുടിച്ചു. നാളെ സന്തോഷമുള്ള ദിവസമാണെന്ന് നീ പറഞ്ഞത്? അതോ? അതെ, നാളെയാണ് ഞാൻ കൊതിച്ചിരുന്ന പെണ്ണിൻ്റെ വിവാഹം ഉറപ്പിക്കുന്നത്. അതൊരു പുതിയ അറിവായിരുന്നു വിനോദിന്. പ്രതാപിന് ആരെങ്കിലുമായി അത്തരം ഒരു ബന്ധമുണ്ടെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. ഏതാടാ പെണ്ണ്? ആരുമായാണ് വിവാഹം ഉറപ്പിക്കുന്നത്? പറഞ്ഞാൽ എല്ലാം നീ അറിഞ്ഞേക്കും. അവൻ്റെ സ്വരം കൊഴിഞ്ഞു വന്നു. വെറുതെ ആശ തന്നു. പിന്നെ പറഞ്ഞു, തമ്മിൽ കാണരുതെന്ന്. കണ്ടാൽ എൻ്റെ കുടുംബം ആ പട്ടി നശിപ്പിക്കുമെന്ന്. നാറി, ആ പെങ്കൊച്ചിനെ അവൻ കുരുതി കൊടുക്കുകയാണ്. വിനോദ് ഒന്നും മനസ്സിലാകാതെ പ്രതാപിനെ തന്നെ നോക്കി അങ്ങനെയിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവൻ ടേബിളിലേക്ക് മുഖം താഴ്ത്തിയിരുന്നു, ഉച്ചത്തിൽ ഓക്കാനിച്ചുകൊണ്ട്. രാത്രി. മീര നേരത്തെ മുറിയിൽ കയറി വാതിലടച്ചതാണ്. അടുത്ത ബന്ധുക്കളിൽ പലരും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവൾ ആരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. എല്ലാവരിൽ നിന്നും അകന്നു ഒറ്റയ്ക്ക്. മോളെന്ത് ചെയ്യാർദ്രേ? ബന്ധുക്കളുമായി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി ശിവദാസൻ ചോദിച്ചു. മുറിയിലുണ്ട്. ഇങ്ങോട്ട് വരാൻ പറ. ഇവരൊക്കെ വന്നിട്ടും അവളെന്താ മുറിക്കുള്ളിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നത്? ആർദ്ര സാവധാനം മകളുടെ മുറിക്ക് മുന്നിലെത്തി. അടഞ്ഞു കിടക്കുന്ന വാതിൽ തട്ടി പതിയെ വിളിച്ചു. അകത്തുനിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ലൈറ്റുകൾ തെളിഞ്ഞു നിൽപ്പുണ്ടെന്ന് മനസ്സിലായി. മോളെ, ദേ ഡാഡി വിളിക്കുന്നു. അപ്പോഴും മീര ഒന്നും പറഞ്ഞു കേട്ടില്ല. അവൾ പിണക്കത്തിലാണല്ലോ. ആർദ്രയ്ക്കും കൂടുതൽ സ്വരമുയർത്തി മകളെ വിളിക്കുവാൻ പേടി. അവൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ. മോളെ, ഡാഡിയുടെ മുന്നിൽ വരെ ഒന്ന് ചെന്നിട്ട് പോരെ? എന്താടി അവൾ വാതിൽ തുറക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശിവദാസനും പിന്നാലെ വന്നു. മീരെ, വാതിൽ തുറക്കടി. അനക്കമില്ല. വാതിലിൽ ശക്തിയായി തട്ടി. നിന്നോട് പറഞ്ഞത് വാതിൽ തുറക്കാൻ. താഴെ അതിഥികൾ നിന്നെ കാത്തിരിക്കുന്നു. വെറുതെ നാണം കെടുത്തരുത്. തൊഴിച്ച് തീ കാച്ചി കളയും ഞാൻ. ഇങ്ങനെയൊക്കെയാണോ അവളോട് പറയേണ്ടത്? ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തി. അവൾ കൊച്ചുകുട്ടിയല്ലേ? പിന്നെ തിരിഞ്ഞ് വീണ്ടും വാതിൽ തട്ടി. ഒന്ന് തുറന്നേ മോളെ. അപ്പോഴും അനക്കമില്ലാതെ വന്നപ്പോൾ ഇരുവരുടെയും നെറ്റി ചുളിഞ്ഞു.
തള്ളി നോക്കി. അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ദേ, ഞാൻ വാതിൽ ചവിട്ടി തുറക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. അവൾ പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. വാതിലിൽ ആഞ്ഞു ചവിട്ടി. പല തവണയായപ്പോൾ അത് തുറക്കപ്പെട്ടു. ശബ്ദം കേട്ട് താഴെ നിന്നും അതിഥികളിൽ ചിലർ മുകളിലേക്ക് വന്നു. തുറക്കപ്പെട്ട വാതിലൂടെ അകത്തേക്ക് നോക്കിയ മുഖ്യമന്ത്രിയും ഭാര്യയും സ്തംഭിച്ചു നിന്നു. ചോര. മോളെ! ആർദ്ര അലറിക്കരഞ്ഞു. മുറിയിൽ ചോരത്തുള്ളികൾ ചിതറിത്തിരിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് തളം കെട്ടിക്കിടക്കുന്ന രക്തം. കസേരയിൽ വലത് കൈ തറയിലേക്ക് നീട്ടിയിട്ട് ചലനമറ്റിരിക്കുന്ന മീര. വിരലുകളിലൂടെ അപ്പോഴും ചോര ഇറ്റു വീഴുന്നുണ്ട്. മോളെ! ആർദ്രയുടെ സ്വരം അടഞ്ഞുപോയി. മീര വെയിൽ കട്ട് ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയും പരിഭ്രാന്തനായി. പുറത്തുനിന്ന് അകത്തേക്ക് നോക്കിയ അതിഥികൾ സ്തംഭിച്ചു നിന്നു. ശിവദാസൻ മകളെ കുലുക്കി വിളിച്ചു. അനക്കമില്ല. അവളുടെ കൈ മുകളിലേക്ക് ഉയർത്തി. ആർദ്ര സാരി വലിച്ചു കീറി മുറിവിൽ ചുറ്റിക്കെട്ടി. മുഖ്യമന്ത്രിയും അതിഥികളിൽ ചിലരും ചേർന്ന് അവളെ താഴേക്ക് എടുത്തുകൊണ്ടുപോയി. കാറിൻ്റെ പിൻഡോർ തുറക്കപ്പെട്ടു. ഡ്രൈവർ സീറ്റിലേക്ക് കുതിച്ചു വീണു. മുഖ്യമന്ത്രിയും മറ്റു മകളെയും കൊണ്ട് കാറിൽ കയറി ഡോർ വലിച്ചടച്ചു. താക്കോൽ തിരിഞ്ഞു. ക്ലച്ച് അമർന്നു. ഗിയർ ചേഞ്ച് ചെയ്യപ്പെട്ടു. ക്ലച്ചിൽ കാലയഞ്ഞു. ആക്സിലേറ്ററിൽ ഒപ്പം അമർന്നു. ഗൂഗിൾ ഗേറ്റ് മലർക്കെ തുറന്നു. മിന്നലിൻ്റെ വേഗതയിൽ കാർ പാഞ്ഞുപോയി. തൽക്കാലം ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. എതിരെ വന്ന സൈക്കിൾക്കാരൻ വെട്ടിച്ചു മാറ്റി. ഇല്ലെങ്കിൽ ഇടിച്ച് തെറിപ്പിച്ചാനെ. മെഡിക്കൽ കോളേജ്. മുഖ്യമന്ത്രിയുടെ മകളാണെന്നറിഞ്ഞ് ഡോക്ടർമാർ ഓടിയെത്തി. മീരയെ സ്ട്രെച്ചറിൽ കിടത്തി അതിവേഗം തള്ളിക്കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചു. മീര മരിച്ചിട്ടില്ല. രക്തം വേണം. അവളുടെ ഗ്രൂപ്പ് പരിശോധിച്ചു. ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്കില്ല. രക്തം കൊടുക്കാൻ ആൾക്കാർ മുന്നോട്ട് വന്നു. പക്ഷേ അതിൽ എ പോസിറ്റീവ് ഒരാൾക്ക് മാത്രം. MBBS സ്റ്റുഡൻറ്റിൻ്റെ ഹോസ്റ്റലിലേക്ക് കാർ പാഞ്ഞു. എ പോസിറ്റീവ് ഗ്രൂപ്പുള്ളവരുമായി തിരികെ എത്തി. ധൃതിയിൽ അവരുടെ രക്തമെടുത്തു തുടങ്ങി. വിവരം എങ്ങനെയോ ലീക്ക് ചെയ്തു. പത്രപ്രതിനിധികളും ഫോട്ടോഗ്രാഫർമാരും പാഞ്ഞെത്തി. അവർ മുഖ്യമന്ത്രിയെ വളഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് സാർ സംഭവിച്ചത്? അദ്ദേഹം ശബ്ദിക്കാനാവാതെ അവരെ തുറച്ചു നോക്കി. മകളുടെ വിവാഹം ഉറപ്പിക്കുന്നത് നാളെയായിരുന്നല്ലോ. കുട്ടിക്ക് ഈ വിവാഹത്തോടെ എന്തെങ്കിലും ഇഷ്ടക്കുറവ്? നിങ്ങളിപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്. എൻ്റെ മകൾ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് പോലും പറയാറായിട്ടില്ല. അദ്ദേഹം ദയനീയമായി സംസാരിച്ചു. പത്രപ്രതിനിധികൾ മുഖാമുഖം നോക്കി. സാർ, താങ്കളുടെ മകൾക്ക് ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? ഫാ, നിൻ്റെ അമ്മയുടെ മറ്റവൻ്റെ കാര്യം. മുഖ്യമന്ത്രിയുടെ ഭാവം മാറി. കുറേ പത്രക്കാർ വന്നിരിക്കുന്നു. നിന്നെയൊക്കെ പിടിച്ച് ഞാൻ ലോക്കപ്പിലാക്കും. അവർ പിന്നോട്ട് മാറി. അതിനിടെ ആരോ വിളിച്ചു പറഞ്ഞു. പത്രക്കാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഭരണാധികാരികളെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും പത്രങ്ങൾക്ക് കഴിയും. എന്നാൽ നീയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഉണ്ടാക്കടാ, ഞാനൊന്ന് കാണട്ടെ. സാറ് ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ചിലർ തിരിച്ചുപോയി. മറ്റു ചിലർ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു. മീര മരിക്കുകയാണെങ്കിൽ ആദ്യം അത് റിപ്പോർട്ട് ചെയ്യണമല്ലോ. മീരയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് DGPയും IG-യും പാഞ്ഞെത്തി. അതുപോലെ തന്നെ മന്ത്രിമാരിൽ ചിലരും. മെഡിക്കൽ കോളേജും പരിസരവും പോലീസിനെ കൊണ്ട് നിറഞ്ഞു. ഉദ്യോഗം മുറ്റി നിൽക്കുന്ന നിമിഷങ്ങൾ. ഒരു വെളുത്ത അംബാസഡർ കാർ വന്നു നിന്നു. അതിൽ നിന്നും അരവിന്ദാക്ഷനും ശങ്കറും ഇറങ്ങി. അവൻ മുഖ്യമന്ത്രിയുടെ അരികിലെത്തി. അരവിന്ദാക്ഷ! മുഖ്യമന്ത്രി സ്പോർട്സ് മന്ത്രിയുടെ തോളിലേക്ക് വിലപിച്ചുകൊണ്ട് തലചായ്ച്ചു. ഉടൻ പ്രസ് ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറ മിന്നി. DGP കോപത്തോടെ തലതിരിച്ചു. ഫോട്ടോഗ്രാഫർ പിന്നോട്ട് നീങ്ങി. രാത്രിയിൽ തന്നെ ഉന്നതങ്ങളിൽ മുഴുവൻ വാർത്ത പരന്നു. മുഖ്യമന്ത്രിയുടെ മകൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നു. ഒന്നും പറയാറായിട്ടില്ലെന്ന് ഡോക്ടർ. ഇപ്പോൾ മീര കോമ പോലുള്ള ഒരു തരം അവസ്ഥയിലാണ്. മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള അവസ്ഥ. നിമിഷങ്ങൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യമുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നി. മാനഹാനിയും പരാജയബോധവുമെല്ലാം അദ്ദേഹത്തെ തളർത്തി. മീരയുടെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ടെന്ന് സ്വപ്നേബി അറിയില്ലായിരുന്നു. അവിടെയാണ് തെറ്റ് പറ്റിയത്. അല്ലെങ്കിൽ നേരത്തെ വേണ്ട മുൻകരുതലുകൾ കൈക്കൊള്ളുമായിരുന്നു. ശങ്കർ ഒരു ബെഞ്ചിൽ ഒറ്റയ്ക്കിരുന്നു. പ്രതാപ് മീരയുമായി അടുപ്പത്തിലായിരുന്നെന്ന് അവനറിയാം. അവനോടുള്ള വൈരാഗ്യമാണ് ഒരർത്ഥത്തിൽ ഈ വിവാഹത്തിന് തന്നെ പ്രേരിപ്പിച്ചത് തന്നെ. അവൻ കൊതിച്ചത് താൻ സ്വന്തമാക്കുക. അപ്പോൾ അവൻ്റെ വേദന കണ്ട് ആനന്ദിക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞാലുടനെ ടീമിലുള്ളവർക്ക് പാർട്ടി നടത്തണമെന്നും പ്രതാപിനെ പ്രത്യേകം ക്ഷണിക്കണമെന്നുമൊക്കെ തീരുമാനിച്ചിരുന്നതാണ്. ആരോ അവൻ്റെ തോളിൽ കൈവച്ചു. ശങ്കർ തലയുയർത്തി. ആർദ്ര. അവൻ എണീറ്റു. അമ്മാവി, ഒന്നും പറയാറായിട്ടില്ലെന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. എന്നാലും അവൾ നമ്മളോടിങ്ങനെ ചെയ്തല്ലോ മോനെ. ശങ്കർ പല്ല് ഞെരിച്ചു. പന്ന കഴിവുകളുടെ മോൾ. ആ തെണ്ടിയെ കിട്ടാത്തതിൻ്റെ വാശിയാണ് അവൾക്ക്. മനസ്സിൽ അങ്ങനെ പറഞ്ഞെങ്കിലും വാക്കുകൾ പുറത്തു വന്നത് എങ്ങനെയാണ്? എന്തോ അബദ്ധം പിണഞ്ഞതാണ് അമ്മാവി. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും മീരയുടെ ജീവൻ തിരികെ കിട്ടും. ഒരു ഡോക്ടർ ധൃതിയിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് പോയി. രാവിലെ പത്രവുമായി വിനോദ് പ്രതാപിൻ്റെ അരികിൽ ഓടിയെത്തി. അവൻ പുതപ്പ് തലയിലൂടെ വലിച്ചിട്ട് അപ്പോഴും ഉറക്കമാണ്. തലേന്നത്തെ മദ്യത്തിൻ്റെ കെട്ട് ഇനിയും വിട്ടിട്ടുണ്ടാവില്ല. ബാറിൽ നിന്നും പ്രതാപിനെ ഇവിടെ എത്തിച്ചതിൻ്റെ ബുദ്ധിമുട്ട് വിനോദിനെ അറിയൂ. ഒരു വിധത്തിൽ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോരുകയായിരുന്നു. എടാ, നീ ഒന്ന് എണീറ്റേ. വിനോദ് അവൻ്റെ ശിരസിൽ നിന്നും പുതപ്പ് വലിച്ചു മാറ്റി. ഞെരങ്ങിക്കൊണ്ട് അവൻ തിരിഞ്ഞു കിടന്നു. പ്രതാപേ, എടാ, നീയൊന്ന് എണീക്കേ. കുറച്ച് കഴിയട്ടെ. ഇത് ഒരു അത്യാവശ്യ കാര്യമാ. നീ പറ. മീര ഹോസ്പിറ്റലിൽ. പൊടുന്നനെ പ്രതാപ് തലയുയർത്തി. എന്താ നീ പറഞ്ഞത്?
മീര ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പെയിൻ കട്ട് ചെയ്തു. ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ്. പത്രം പ്രിന്റ് ചെയ്യുന്നതുവരെ ഒന്നും അറിയാറായിട്ടില്ലെന്ന്. സംഗതി സീരിയസ് ആണ്. മൈ ഗോഡ്! പ്രതാപ് ചാടി എണീറ്റു. വിനോദിന്റെ കയ്യിൽ നിന്ന് പത്രം തട്ടിപ്പറിച്ചു വായിച്ചു. അവന്റെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. മീര, അവൾ... കടൽ തീരത്ത് വെച്ച് മീര പറഞ്ഞ വാക്കുകൾ തിരമാലകളുടെ ഗർജനത്തേക്കാൾ ശക്തിയിൽ അവന്റെ മനസ്സിൽ മുഴങ്ങി. ഈ കഴുത്തിൽ ഒരു താലി വീഴുകയാണെങ്കിൽ അത് പ്രതാപിന്റെ കൈകൊണ്ടായിരിക്കും. മറ്റാരെങ്കിലുമാണ് അതിന് തയ്യാറാവുന്നതെങ്കിൽ എൻ്റെ ശവമേ കിട്ടൂ. അവൾ വാക്കു പാലിച്ചിരിക്കുന്നു. പത്രത്തിലെ കറുത്ത അക്ഷരങ്ങളിലേക്ക് നോക്കി അവൻ ഇരുന്നു. അവ തന്നെ പരിഹസിക്കുന്നത് പോലെ പ്രതാപിന് തോന്നി. വിനോദ്, എനിക്ക് മീരയെ കാണണം, അവൻ പറഞ്ഞു. വിനോദ് അമ്പരന്നു. നീ എന്ത് ഭ്രാന്താളീ പറയുന്നത്? അവൾ ആത്മഹത്യക്ക് ശ്രമിക്കാൻ കാരണം നീയാണെന്ന് മുഖ്യമന്ത്രിക്കും മറ്റും അറിയാം. ആ നിലയ്ക്ക് നീ ഇനിയും അവിടെ ചെന്നാൽ സംഗതി കൂടുതൽ വഷളാകുകയുള്ളൂ. എന്ത് സംഭവിച്ചാലും എനിക്ക് അവളെ കാണണം. അവൻ്റെ ശബ്ദത്തിന് മാറ്റമില്ല. മരിക്കുന്നതിന് മുമ്പ് ആ മുഖമൊന്ന് കണ്ട് എനിക്ക് മാപ്പ് പറയണം. അവൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലേക്ക് ഒളിച്ചോടാൻ അവൾ തയ്യാറായിരുന്നു. കാര്യമൊക്കെ ശരി തന്നെ. മീരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിന്റെ തലയിലായിരിക്കും. നിനക്കെതിരെ നീങ്ങുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് മറക്കണ്ട. ഈ പ്രശ്നത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ മീരയെ കാണും. അവൻ എണീറ്റു. നിനക്കിഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. മീരയുടെ കൺപോളകൾ ചലിച്ചു. ഡോക്ടർമാരുടെ മുഖം തെളിഞ്ഞു. അവൾ വളരെ സാവധാനത്തിൽ കണ്ണുകൾ തുറന്നു. ആദ്യം ഒന്നും പിടികിട്ടാതെ അവൾ ഡോക്ടർമാരെയും നേഴ്സുമാരെയും പകച്ചു നോക്കി. താൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കാൻ മീരയ്ക്ക് പ്രയാസം തോന്നി. ഡ്രിപ്പ് സ്റ്റാൻഡിൽ തൂങ്ങിക്കിടക്കുന്ന ബ്ലഡ് ബോട്ടിൽ ട്യൂബിലൂടെ തൻ്റെ സിരയിലേക്ക് ഒഴുകിയെത്തുന്ന രക്തം. അവൾ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നു. താൻ മരിച്ചിട്ടില്ല. ഈശ്വര, മരണത്തിൽ പോലും തന്നെ വേണ്ടതായിരിക്കുന്നു. ഗുഡ് മോർണിംഗ് മീര, ഡോക്ടർമാരുടെ ശബ്ദം. അവൾ തൻ്റെ കാതുകളിൽ കുട്ടിയടയ്ക്കാൻ ശ്രമിച്ചു. മീര രക്ഷപ്പെട്ടു. വാർത്ത ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ പുറത്തേക്ക് ഒഴുകി. അവിടെ ആകാംക്ഷയോടെ കാത്തിരുന്നവർ ആശ്വാസത്തോടെ നിശ്വസിച്ചു. ഓരോരുത്തർക്കായി അകത്തേക്ക് പോവാം, ഡോക്ടർ അറിയിച്ചു. ആദ്യം ശിവദാസൻ തന്നെയാണ് മകളുടെ കിടക്കക്കരികിലെത്തിയത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു കളഞ്ഞു. മുഖ്യമന്ത്രിക്ക് വല്ലായ്മ തോന്നി. താൻ കാട്ടിയത് അല്പം കൂടിപ്പോയോ എന്ന് അദ്ദേഹം ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് മനസ്സിനെ തടഞ്ഞു. പാടില്ല. ഡാഡിയും മകളും ഒന്നും പറഞ്ഞില്ല. മുഖ്യമന്ത്രി അരികിൽ നിന്നും തിരിച്ചു പോരുന്നതുവരെ അവൾ കണ്ണുകൾ തുറന്നതുമില്ല. ഓരോരുത്തരായി മീരയെ കണ്ടു മടങ്ങി. ശങ്കറിൻ്റെ ഊഴമായി. അവനെ കണ്ടപ്പോൾ അവൾ ശക്തിയില്ലാതിരുന്നിട്ട് കൂടി പല്ലമർത്തി. അവൻ വല്ലാത്ത ഭാവത്തിൽ ചിരിച്ചു. ഏതായാലും രക്ഷപ്പെട്ടല്ലോ, ആശ്വാസം. എല്ലാ തവണയും ഇങ്ങനെ സംഭവിച്ചെന്ന് വരില്ല, അവൾ പറഞ്ഞു. ഓ, അപ്പോൾ ഇനിയും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമെന്ന് അല്ലേ? അവൾ വെറുപ്പോടെ തലതിരിച്ചു. അവൻ പിൻവാങ്ങി. മുഖ്യമന്ത്രി വീട്ടിലേക്കൊന്ന് പോകാൻ ഭാവിക്കുമ്പോഴാണ് ഇടനാഴിയുടെ അങ്ങേ തലയ്ക്കിൽ നിന്നും ഒരാൾ ധൃതിയിൽ നടന്നു വരുന്നത് കണ്ടത്. അദ്ദേഹത്തിൻ്റെ നെറ്റി ചുളിഞ്ഞു. പ്രതാപ്. മുഖ്യമന്ത്രി ചുറ്റും നോക്കി. സ്പോർട്സ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കണ്ണുകൾ കൊരുത്തു. പ്രതാപിൻ്റെ പിന്നാലെ ഓടിയെത്തുന്ന വിനോദ്. അകലെ നിന്നേ പ്രതാപ് മുഖ്യമന്ത്രിയെയും മറ്റും കണ്ടു കഴിഞ്ഞു. അവൻ പക്ഷേ അത് കാര്യമാക്കിയില്ല. പ്രതാപ് തൊട്ട് മുന്നിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി വഴി തടഞ്ഞു. നീ എവിടെ പോകുന്നു? അവൻ ആ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി. മുഖ്യമന്ത്രി പതറി. പ്രതാപിൻ്റെ കണ്ണുകളിൽ അഗ്നി എരിയുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശിവദാസിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ അവൻ മുന്നോട്ട് നീങ്ങുവാൻ ഭാവിച്ചപ്പോൾ അരവിന്ദാക്ഷനും തടഞ്ഞു. ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. എനിക്കൊരാളെ കാണണം. ആരെ? അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഉണ്ട്. പറയാതെ കാണാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവൻ അവരെ തള്ളി മാറ്റി. പ്രതാപ്, വിനോദ് വിളിച്ചു. നീ പോടാ. മീരയെ കാണാൻ എനിക്ക് ഒരുത്തൻ്റെയും ലൈസൻസ് വേണ്ട. വേണമടാ എന്ന് പറഞ്ഞ് തൊട്ടുമുന്നിൽ ശങ്കർ. മാറി നിൽക്കടാ. മീരയെ നീ കാണണ്ട. ഒറ്റടിയായിരുന്നു മറുപടി. ശങ്കർ 3 തവണ വട്ടം കറങ്ങി തറയിൽ വീണു. അവിടെ നിന്നിരുന്ന പോലീസുകാർ പ്രതാപിനെ വളഞ്ഞു. അറസ്റ്റ് ഹിം, മുഖ്യമന്ത്രിയുടെ കൽപ്പന. മ്യൂസിയത്തിന് മുന്നിലെ സിമൻറ്റ് ബെഞ്ചിൽ അവർ ഇരുന്നു. പ്രതാപും വിനോദും. പുൽത്തകടിയിൽ ഓടിക്കളിക്കുന്ന 2 കുട്ടികളെ നോക്കി നിശബ്ദനായി ഇരുന്ന പ്രതാപിൻ്റെ തോളിൽ വിനോദ് കൈവച്ചു. എന്നിട്ടും അവനൊന്നും പറഞ്ഞില്ല. അവസാനം വിനോദ് തന്നെ സംസാരിച്ചു. നിനക്ക് ദുഃഖമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇതല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. നീ മീരയെ മറക്കണം. അവളെ കാണരുത്. നിന്റെ കുടുംബത്തിൻ്റെ ആകെ അത്താണിയും നീ മാത്രമാണെന്ന് ഓർക്കാത്തത് എന്താണ്? പ്രതാപ് സംസാരിക്കുന്നില്ല. വിനോദ് തുടർന്നു. ഇനിയും നീ അവളെ തേടിച്ചെന്നാൽ അറസ്റ്റ് ചെയ്യുക മാത്രമായിരിക്കില്ല അവർ ചെയ്യുന്നത്. ഇത്തവണ വെറുതെ വിട്ടത് ഈ ന്യൂസ് കൂടി പത്രപംക്തികളിൽ സ്ഥാനം പിടിക്കാതിരിക്കാനാണ്. അധികാരവും പണവും ഒന്നു ചേർന്നുള്ള അവരെ എതിർക്കാൻ നിനക്കാവില്ല. മാത്രമല്ല, ഇനി നീ ഒന്നിനും മുതിരില്ലെന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് വാക്ക് കൊടുക്കുക കൂടി ചെയ്തതിന് ശേഷമാണ് നിന്നെ റിലീസ് ചെയ്തേക്കാൻ അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞത്. കൊച്ചുകുട്ടികൾ കുറച്ചപ്പുറത്തിരിക്കുന്ന അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് പ്രതാപ് കണ്ടു. അവനിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉതിർന്നു. ഞാൻ പറഞ്ഞതിനൊന്നും നീ ഇതുവരെ മറുപടി പറഞ്ഞില്ല, വിനോദ് ഓർമ്മിപ്പിച്ചു. ഓക്കെ, അവൻ അത്രമാത്രം പറഞ്ഞു. പിന്നെ എണീറ്റു. എനിക്ക് മദ്യപിക്കണം. പ്രതാപ്, വിനോദ് ഒപ്പം എണീറ്റു. നീ ഇതൊരു ശീലമാക്കാൻ തന്നെയാണ് തീരുമാനം? പറയാറായിട്ടില്ല. വേണ്ട, അറിഞ്ഞുകൊണ്ട് നീ തന്നെ നിന്റെ ഫുട്ബോൾ ഭാവി തുലയ്ക്കരുത്. പ്രതാപിൻ്റെ മുഖത്ത് ഒരു വരണ്ട ചിരിയുണ്ടായി. ഇനി എനിക്ക് എന്ത് ഫുട്ബോൾ ഭാവി?
ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് താമസിയാതെ മാറ്റം കിട്ടിയിരിക്കും. അവൻ പതിയെ നടന്നു, ഒപ്പം വിനോദും. എൻ്റെ കളിക്കളത്തിലെ അവസാന നാളുകളും പിന്നിട്ട് പോയടാ. വിനോദിനും വല്ലാത്ത ദുഃഖം തോന്നി. ഒരുപക്ഷെ ഈ വർഷത്തെ ഏറ്റവും നല്ല കളിക്കാരനുള്ള അവാർഡ് കിട്ടേണ്ടവനായിരുന്നു പ്രതാപ്. പക്ഷേ എന്തു ചെയ്യാം? നിശബ്ദരായി ഇരുവരും റോഡിലിറങ്ങി. ആളൊഴിഞ്ഞു വന്ന ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചു. ഒരു നേഴ്സിൽ നിന്നായിരുന്നു മീര അതറിഞ്ഞത്. പ്രതാപ് തന്നെ കാണുവാൻ വന്നു. ഡാഡിയുമായി വഴക്കുണ്ടായി. അവസാനം പ്രതാപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പേവാർഡിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു മീരയെ. ഡാഡിയും മമ്മിയും ദിവസവും വരും. പക്ഷേ അവൾ അവരെ കാണുമ്പോൾ തന്നെ കണ്ണുകൾ അടച്ചു കളയും. റെഡ് ക്രോസ് സൊസൈറ്റിയിൽ നിന്നും വരുത്തിയ ഒരു യുവതിയാണ് ഹോസ്പിറ്റലിൽ മീരയ്ക്ക് കൂട്ട്. അവളിനി അവിടെ നിന്നിറങ്ങി പ്രതാപിൻ്റെ കൂടെ പോയി കളഞ്ഞാലോ എന്ന ഭീതിയുണ്ട് ശിവദാസിന്. അതുകൊണ്ട് തന്നെ സദാ 2-3 പേരെ അവിടെ നിർത്തിയിട്ടുണ്ട്, ആർക്കും സംശയവും തോന്നാത്ത വിധത്തിൽ. പ്രതാപിന് ഇപ്പോഴും തന്നോട് ഇഷ്ടമുണ്ടെന്ന് മീരയ്ക്ക് ഉറപ്പായി. അവൻ്റെ മുഖം ഒന്ന് കാണുവാൻ അവൾക്ക് കൊതിയായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മീരയെ ഡിസ്ചാർജ് ചെയ്തു. അവൾ വീട്ടിലെത്തി. കഴിവതും തൻ്റെ മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടി. ഇനി എന്തെങ്കിലും അവിവേകം കാണിച്ചാലോ എന്ന വിചാരത്തിൽ ആദ്രയും ഇപ്പോൾ മകളുടെ മുറിയിലോ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും. വിവാഹ നിശ്ചയത്തിനായി മുറ്റത്തുയർത്തിയ പന്തൽ അതുപോലെ തന്നെ നിൽക്കുന്നു. ഇറക്കി വെച്ച വാടക കസേര പോലും കൊണ്ടുപോയിട്ടില്ല. മീര വീട്ടിലെത്തിയതിൻ്റെ 3-ാം നാൾ രാത്രിയിൽ സ്പോർട്സ് മന്ത്രി അരവിന്ദാക്ഷൻ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചു. പന്തൽ അഴിച്ചു മാറ്റിയിട്ടില്ലല്ലോ, അടുത്തൊരു ദിവസം തന്നെ നിശ്ചയം നടത്തിക്കൂടെ? ഇനി പെട്ടെന്ന് വേണോ അരവിന്ദാക്ഷ? ആൾക്കാർ അതും ഇതും പറയില്ലേ? അതിന് നമുക്കെന്താ? നമ്മൾ തീരുമാനിക്കുന്നു നമ്മുടെ കാര്യം. അതിന് മറ്റുള്ളവരുടെ അഭിപ്രായം അറിയേണ്ട കാര്യമെന്ത്? പിന്നെ ശിവദാസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ഞായറാഴ്ച തന്നെ, അദ്ദേഹം പറഞ്ഞു. സമ്മതിച്ചു. അന്ന് തന്നെ ശിവദാസൻ മകളുടെ മുറിയിലെത്തി. ഏതോ മാഗസിൻ വായിച്ചുകൊണ്ട് കിടക്കുകയായിരുന്ന മീര എന്നിട്ട് ഡാഡിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ജനാലക്കരികിൽ പോയി നിന്നു. ശിവദാസിൻ്റെ മുഖത്ത് പുച്ഛഭാവത്തിൽ ഒരു ചിരിയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അടുത്ത ഞായറാഴ്ച തന്നെ നിശ്ചയം നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. മീര പ്രതികരിച്ചില്ല. മന്ത്രി തന്നെ തുടർന്നു. ഇനി മരിച്ചു കളയാമെന്നൊന്നും നീ ചിന്തിക്കുക പോലും അരുത്. കാരണം ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ശിക്ഷ അനുഭവിക്കുന്നത് അവനും അവൻ്റെ കുടുംബവുമായിരിക്കും. എല്ലാത്തിനെയും കൊന്ന് ഞാൻ കടലിൽ താഴ്ത്തും. അവൾ ഞെട്ടലോടെ ഡാഡിയെ നോക്കി. പറഞ്ഞാൽ പറഞ്ഞതാ. അവനും കുടുംബവും നശിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആത്മഹത്യക്ക് ശ്രമിക്കാം. അവൾ സ്തംഭിച്ചങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം വിജയഭാവത്തിൽ തിരിച്ചു നടന്നു. പറഞ്ഞ ദിവസം തന്നെ വിവാഹ നിശ്ചയം നടന്നു. പ്രതാപിനെ ഓർത്ത് മാത്രം മീര പിന്നീട് മരണത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ഡാഡി പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് അവൾക്കറിയാം. 1.5 ആഴ്ച കഴിഞ്ഞുള്ള ഒരു ഡേറ്റാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ മീര തളർന്നിരുന്നു. തികച്ചും ഉല്ലാസവാനായി ശങ്കർ ക്യാമ്പിൽ തിരികെ എത്തി. എല്ലാവർക്കും വിതരണം ചെയ്യുവാൻ ലഡു കരുതിയിരുന്നു. തൻ്റെ വിവാഹം ഉറപ്പിച്ച വിവരം പറയുകയും ഓരോരുത്തർക്കും ലഡു നൽകുകയും ചെയ്തുകൊണ്ട് ശങ്കർ പ്രതാപും മറ്റും താമസിക്കുന്ന മുറിയിലെത്തി. സുസ്മേരവതനായി വിജയഭാവത്തിൽ അവൻ അവർക്ക് നേരെ ലഡു നീട്ടി. എൻ്റെ വിവാഹം ഉറപ്പിച്ചു. വധു മുഖ്യമന്ത്രി ശിവദാസൻ സാറിൻ്റെ മകൾ മീരയാണ്. വിനോദ് ഒളിക്കണ്ണാലെ പ്രതാപിനെ നോക്കി. മറ്റെവിടെയോ ദൃഷ്ടി ഉറപ്പിച്ചിട്ട് ഏത് നിമിഷവും ഒന്ന് പൊട്ടിത്തെറിക്ക് സന്നദ്ധനായി അവൻ ഇരിക്കുന്നു. വിനോദും ജ്യൂസും ലഡു വാങ്ങി. പ്രതാപ് ലഡു, ശങ്കർ പറഞ്ഞു. ഫാ നായൻ്റെ മോനെ, നിൻ്റെ അമ്മയുടെ മറ്റവനെ കൊണ്ട് കൊടുക്കടാ. പ്രതാപ് ചാടി എണീറ്റു. വിനോദും ജോസും ഇടയ്ക്ക് കയറിയതിനാൽ മറ്റൊന്നും സംഭവിച്ചില്ല. തലയുയർത്തി പിടിച്ചുകൊണ്ട് ശങ്കർ സാവധാനം ഇറങ്ങിപ്പോയി. ജോസ് ചെന്ന് വാതിലടച്ചു. നിന്റെ മനസ്സ് ഞങ്ങൾക്കറിയാം. പക്ഷേ രോഷം കൊണ്ടിട്ടോ ശങ്കറെ തല്ലിയിട്ടോ എന്തു ഫലം? മറുപടി പറയാതെ അവൻ പകയോടെ അടഞ്ഞ വാതിലിലേക്ക് തന്നെ നോക്കി നിന്നു. രാത്രി ഏറെയായിട്ടും പ്രതാപിന് ഉറക്കം വന്നില്ല. കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞു ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിയും അവൻ കിടന്നു. ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. സിരകൾ വല്ലാതെ ത്രസിക്കുന്നു. ചാടിയനിറ്റ് കണ്ണിൽ കാണുന്നതെല്ലാം അടിച്ചു തകർക്കാനുള്ള ആവേശം തോന്നുന്നു. മുഖ്യമന്ത്രിയെയും ശങ്കറേയുമൊക്കെ ഞെരിച്ചു കൊല്ലുവാൻ മോഹം. അവൻ കിടക്കയിൽ എണീറ്റിരുന്നു. നേരം എന്തായി കാണും? 11:30യോ 12ഓ? അതിനപ്പുറമായി കാണുകയില്ല. വീണ്ടും കിടന്നു. മനസ്സ് പുകയുകയാണ്. അത് ശരീരത്തിൽ മുഴുവനായും വ്യാപിക്കുന്നു. താൻ പുകഞ്ഞു നീറി ഇല്ലാതെയാകുമെന്ന് പോലും തോന്നി. ഫാനിൻ്റെ കാറ്റിന് അവൻ്റെ ഉള്ളിലെ ചൂടിനെ ശമിപ്പിക്കാനുള്ള കരുത്തിലായിരുന്നു. അവൻ പിന്നെയും എണീറ്റിരുന്നു. ഈ അവസരത്തിൽ ശങ്കറുടെ മുറിയിൽ അവൻ്റെ 2 കൂട്ടുകാരും കോച്ചും കൂടി ചീട്ട് കളിക്കുകയായിരുന്നു. ക്ലവർ ആസിനെ ഗുലാൻ കൊണ്ട് വെട്ടിയിട്ട് ശങ്കർ ചീട്ട് പിടിച്ച് കമിഴ്ത്തി. പിന്നെ കോച്ചിൻ്റെ ചുണ്ടിൽ ഇരുന്ന എരിഞ്ഞ സിഗരറ്റ് എടുത്ത് 2 കവിൾ പുക വിഴുങ്ങിയിട്ട് വീണ്ടും സാം ലൂയിസിൻ്റെ ചുണ്ടിൽ തന്നെ വെച്ചു കൊടുത്തു. അതിരിക്കട്ടെ, വിവാഹത്തിൻ്റെ പാർട്ടി എപ്പോഴാണ് അളിയ? ആൻഡ്രൂസ് തിരക്കി. ശങ്കർ ഇസ്പേർട്ട് രാജാവിനെ ഇറക്കിയിട്ട് തലയുയർത്തി. എപ്പോൾ വേണമെങ്കിലും ആകാമല്ലോ. ആ പ്രതാപിനെ കൂടി വിളിക്കണേ, സൈമൺ. അല്ലെങ്കിൽ അവൻ എന്ത് തോന്നും? ആൻഡ്രൂസ്. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരിയുടെ അലകൾ അടച്ചിട്ടിരുന്ന വാതിലൂടെ അവ്യക്തമായി ആണെങ്കിലും പ്രതാപ് കേട്ടു. ബാസ്റ്റാർഡ്സ്. അവൻ പല്ല് കളിച്ചു. കിടക്കയിൽ തന്നെ അസ്വസ്ഥതയോടെ കുത്തിയിരിക്കുകയാണ് പ്രതാപ്. താൻ എന്തിനിങ്ങനെ എണീറ്റിരിക്കുന്നു എന്ന് പോലും അവനറിയില്ല. സൈറൻ മുഴങ്ങുന്നത് കേട്ടു. 12 മണിയുടേതായിരിക്കും. മീരയെ ശങ്കർ വിവാഹം ചെയ്യുന്നത് കാണാനുള്ള കരുത്ത് അവനില്ല. അവരുടെ വിവാഹം നടക്കും മുമ്പ് ഇവിടം വിട്ട് മറ്റെവിടേക്കെങ്കിലും ഓടിപ്പോകണമെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നു.
എവിടേക്ക്? പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ കൂരിരുട്ടിൽ മിന്നാമിനുങ്ങ തിളങ്ങുന്നത് പോലെ ഒരു വെളിച്ചം കടന്നു വന്നു. ഉടനെ അവൻ മുറിയിലെ ലൈറ്റ് തെളിയിച്ചു. കൂർക്കം വലിച്ചുറങ്ങുകയാണ് വിനോദും ജോസും. ഭാഗ്യവാന്മാർ. അവൻ തൻ്റെ ബാഗെടുത്ത് കിടക്കയിൽ വെച്ചു. ഉത്കണ്ഠയോടെ എന്തോ തിരയാൻ തുടങ്ങി. അവസാനം അവനത് കണ്ടെത്തി. ബാംഗ്ലൂരിൽ വെച്ച് കൽക്കത്തയിലെ അലിമാവ ബ്രദേഴ്സ് കൊടുത്ത ഫോൺ നമ്പറും അഡ്രസ്സും. അവൻ്റെ കണ്ണുകളിൽ തിളക്കം. അടുത്ത ദിവസം തന്നെ അലിമാവ ബ്രദേഴ്സുമായി ഫോണിൽ ബന്ധപ്പെട്ടു. വളരെ ഉത്സാഹത്തോടെയാണ് അവർ സംസാരിച്ചത്. വിശദവിവരങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ടീം മാനേജറും കോച്ചും ഉടനെ കേരളത്തിൽ എത്തിച്ചേരുമെന്നും മറുപടി കിട്ടി. തന്നെ ക്യാമ്പിൽ വന്ന് കാണരുതെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അവർ സമ്മതിക്കുകയും ചെയ്തു. പ്രതാപ് ഈ വിവരം തൽക്കാലം ആരോടും പറഞ്ഞില്ല. എല്ലാം ശരിയായി കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രതാപിന് ഫോൺ. അലിമാവ ബ്രദേഴ്സിൻ്റെ മാനേജറാണ്. ഞങ്ങളെത്തി. ഹോട്ടൽ സൗപർണിയുടെ 172 നമ്പർ റൂം. ശരി സാർ, ഞാൻ ഉടനെ എത്താം. അവൻ ധൃതിയിൽ മുറിയിൽ വന്ന് വേഷം മാറുന്നത് കണ്ടപ്പോൾ വിനോദ് തിരക്കി. നീ എവിടേക്കാ? ഒരാളെ കാണണം. ഒക്കെ തിരികെ വന്നിട്ട് പറയാം. അവൻ ഇറങ്ങിക്കഴിഞ്ഞു. വിനോദ് ചുളിഞ്ഞ നെറ്റിയോടെ നോക്കിയിരുന്നു. പ്രതാപ് ഒരു ഓട്ടോറിക്ഷയിൽ ഹോട്ടൽ സൗപർണിയിലെത്തി. 172 നമ്പർ മുറിയുടെ വാതിലിൽ തട്ടുമ്പോൾ കൈകൾക്ക് നേരിയ വിറയലുണ്ടായിരുന്നു. ഹൃദയത്തിൽ ദ്രുതഗതിയിലുള്ള മിടിപ്പും. യെസ് കമീൻ. അവൻ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. ഗുഡ് മോർണിംഗ് പ്രതാപ്. അവൻ പ്രത്യഭിവാദനം ചെയ്തു. വരൂ വരൂ, ഇരിക്കൂ. കോച്ച് ഗബ്ബർ സിംഗും മാനേജർ പോപ്സൺ അലിമാവായും വളരെ സന്തോഷത്തിലായിരുന്നു. പ്രതാപ് താനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകളും അതിന് കാരണമായ പ്രേമബന്ധവുമൊക്കെ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ഇങ്ങനെയും മനുഷ്യരുണ്ടോ? അവർ മുഖാമുഖം നോക്കി. വളർന്നു വരുന്ന ഒരു കായിക താരത്തെ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുക. ഞങ്ങൾ തീരുമാനിച്ചുറച്ച കാര്യം പ്രതാപിനെ അറിയിക്കുകയാണ്, മാനേജർ പറഞ്ഞു. പ്രതാപ് കാതുകൂർപ്പിച്ചു. എത്ര വർഷത്തേക്കാണ് പ്രതാപ് കരാർ ചെയ്യുന്നത്? ഒരു 4-5 വർഷമെങ്കിലും. ശരി, 5 വർഷത്തേക്ക് നമുക്ക് കരാർ ചെയ്യാം. അദ്ദേഹം നിവർന്നിരുന്നു. ഓരോ വർഷവും ഞങ്ങൾ 3 ലക്ഷം രൂപ വീതം തരും. എന്താ? പ്രതാപിൻ്റെ കണ്ണുകളിൽ തിളക്കം. ഇതുകൂടാതെ ഓരോ മത്സരം വിജയിക്കുമ്പോഴും പ്രത്യേക കാഷ് അവാർഡുകൾ ഉണ്ടായിരിക്കും. എന്തു പറയുന്നു? അവന് രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കാനില്ലായിരുന്നു. എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടാമല്ലോ. മാത്രമല്ല ഇവിടെ കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടിയുണ്ടത്. തൻ്റെ വീട്ടിലെ കഷ്ടപ്പാടുകൾ തീരും. അത് മതി. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു. അവർ കൈനീട്ടി. പ്രതാപ് ഹസ്തദാനം നൽകി. അവിടെ വെച്ച് തന്നെ അവൻ അഡ്വാൻസ് വാങ്ങി 1 ലക്ഷം രൂപ കൊടുത്തു. മീരയുടെ വിവാഹത്തിന് മുമ്പ് തന്നെ ഇവിടെ നിന്നും പോകുക. പ്രതാപ് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. തിരികെ എത്തിക്കഴിഞ്ഞ് അവൻ വിനോദിനോടും ജോസിനോടും സംഗതി പറഞ്ഞു. വിനോദ് സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. നീ രക്ഷപ്പെട്ടളിയാ. ആദ്യം അവർ വിളിച്ചപ്പോൾ തന്നെ നീ പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. തൽക്കാലം ഈ രഹസ്യം ആരും അറിയണ്ട. കാര്യങ്ങളൊക്കെ ശരിയായിട്ട് അറിഞ്ഞാൽ മതി. അവർ സമ്മതിച്ചു. അന്ന് തന്നെ 2 ദിവസത്തെ ലീവ് എടുത്ത് അവൻ വീട്ടിലേക്ക് മടങ്ങി. വിവരമറിഞ്ഞപ്പോൾ അച്ഛനും വലിയ ആഹ്ലാദം. അവൻ കൊണ്ടുചെന്ന 1 ലക്ഷം രൂപയിലേക്ക് അദ്ദേഹം അമ്പരപ്പോടെ നോക്കി. ഇത്രയും രൂപ ആ വൃദ്ധൻ ആദ്യം കാണുകയായിരുന്നു. അദ്ദേഹം സന്തോഷത്തോടെ അതെടുത്ത് മണത്തു നോക്കി. പുത്തൻ നോട്ടുകളുടെ മണം. വൈകിട്ട് പഞ്ചു വന്നു. വിവരമറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു. വലിയ കളിക്കാർക്കൊക്കെ മാനേജർമാരുണ്ട്. ഞാൻ അളിയൻ്റെ മാനേജറായാലോ? അതേതായാലും വേണ്ട. എന്നാൽ എന്നെ അളിയൻ്റെ അരിവയ്പ്പുകാരനെങ്കിലും ആക്ക്. ആ കെയർ ഓഫിൽ എനിക്ക് കൽക്കത്തയിലൊക്കെ ഒന്ന് വരാമല്ലോ. ഒരുപാട് നാളായി വിചാരിക്കുന്ന കൽക്കത്തയൊക്കെ ഒന്ന് കാണണമെന്ന്. തൽക്കാലം അളിയൻ ഫുട്ബോളിൽ നിന്ന് മണിയടിച്ചാൽ മതി. മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു. കഥ തുടരും.